ഇസ്രയേൽ ഗാസ സംഘട്ടനത്തിൻ്റെ പരിസമാപ്തിയിൽ ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ത് സംഭവിക്കുമെന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്നലെ രാത്രി 13 വാക്യങ്ങളാണ് വായിച്ചത്. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചു. വെളിപ്പാട് 6:1-2. ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ കടന്നു വരുന്നു. ലോകം അവനൊരു കിരീടം കൊടുത്തു. ജയിക്കാനും ജയിപ്പാനുമായി അവൻ ഉലകത്തിലേക്ക് കടന്നു വരുന്നു. അവൻ യഹൂദനോടും പലസ്തീൻ അതോറിറ്റിയോടും കരാറുണ്ടാക്കും. അങ്ങനെ ഒരുവൻ ഭരണത്തിൽ വരുമെന്ന് യോഹന്നാൻ പത്മോസിൽ വെളിപ്പാട് 13:1-2. അപ്പോൾ ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം, അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹമുഖം, അതിന് മഹാസർപ്പം, വലിയ ശക്തി, അധികാരം. ന്യൂ വേ വേൾഡ് ഓർഡർ, ഏക ലോകഭരണം വരുമെന്ന് ഇന്നലെ രാത്രി. അപ്പോൾ യഹൂദന്റെ ആലയത്തിനോടുള്ള ബന്ധത്തിൽ 13 കാര്യങ്ങൾ നടന്നതായി ഇന്നലെ ഞാൻ പറഞ്ഞു. നമ്മുടെ കൺവെൻഷന് വേണ്ടി രാജൻ പാസ് നോട്ടീസ് അടിക്കുമ്പോൾ ഒരു സംഭവം കൂടെ നടന്നു. ഇസ്രയേലിലെ വിദേശകാര്യമന്ത്രിയ എന്താണെന്ന് പറയുക, ഇറ്റാമിൻ ബെൻഗിർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം തകർന്ന യഹൂദന്റെ ദേവാലയത്തിൽ വന്നിട്ട് ഒരു മൊബൈലിനകത്ത് ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്നു. 150 പേര് കൂടെ ഞങ്ങൾ ഈ ദേവാലയം പണിയും. അതിനാസ്പദമായി പുറപ്പാട് പുസ്തകം 30:12-13 ബെഞ്ചമിൻ നെതന്യാഹു സകല വീട്ടിലും 1/2 ശേക്കൽ കോയിൻ കൊണ്ടുവച്ചിരിക്കുന്നു. ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് പോരാളികൾ ആക്രമണം നടത്തിയപ്പോൾ എസെക്കിയേൽ 36:24 പ്രവചനം നിവൃത്തിയായി. നിങ്ങൾ ചിതറിപ്പോയ ദേശത്തു നിന്നും ലോകരാജ്യങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ മടക്കി വരുത്തും. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് അമേരിക്കയിലെ ട്രംപ് ഇറാനുമായിട്ടും ഇസ്രയേലുമായിട്ടുള്ള വെടിനിർത്തൽ നിർത്തി. പക്ഷേ ഇതൊരു സമാധാനമല്ല, താൽക്കാലിക സമാധാനം. ഇരമ്യ പ്രവചനം 6:14 ഇന്നലെ വായിച്ചു. എൻ്റെ ജനത്തിന് താൽക്കാലികമായ മുറിവ് വെച്ച് കിട്ടുന്നു. അങ്ങനെയെങ്കിൽ 2 സഭ ഇവിടെ കാണത്തില്ല. ആദിമ സഭ മോശ, അഹരോൻ. ഇന്നലെ പറഞ്ഞു പുറപ്പാട് പുസ്തകം, മോശ സീനായുടെ മടിത്തട്ടിൽ പോയി ദൈവസഭ അഹരോന്റെ കയ്യിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി കാളക്കുട്ടിയെ വണങ്ങി. മോശ തിരിച്ചു വന്നപ്പോൾ ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് മോശ പറഞ്ഞു, ലേവി ഗോത്രത്തിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അന്ന് രാത്രി മുഴുവനും പാളയത്തിൽ താൻ്റെ വാൾ അരയ്ക്ക് കെട്ടിക്കൊണ്ട് തൻ്റെ സഹോദരന്മാരെയും പ്രിയപ്പെട്ടവരെ വിഗ്രഹത്തെ വണങ്ങുന്നവരെ മുഴുവൻ തീർത്ത് കളഞ്ഞു. അന്ന് ഏകദേശം 3000 പേർ ആരാധനയുടെ നടുവിൽ, വിഗ്രഹാരാധനയുടെ നടുവിൽ വീണു. ധന്യനായ പത്രോസ്ലീഹ, നിങ്ങൾക്ക് ഏവർക്കും മത്തായി 16, 16, 17, 18 ഇന്നലെ രാത്രി ഫിലിപ്പിയരുടെ കൈസരിൽ വെച്ച് യേശു ചോദിച്ചു, മനുഷ്യപുത്രനെ നിങ്ങൾ ആർ? ഉടനെ പലരും പറഞ്ഞു, ഏലിയാവ്, മോശ. എന്നാൽ പടകിൽ നിന്ന് ചാടിയിറങ്ങിയ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അത്രേ. ബറിയോന സീമോനെ, നീ ഭാഗ്യവാൻ. എന്താ അതിനുശേഷം? ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്റെ കയ്യിൽ. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗരാജ്യത്തിൽ അഴിക്കും. പുതിയ നവസഭയുടെ ആദ്യത്തെ പ്രഭാഷകൻ, അല്ലെങ്കിൽ കത്തോലിക്കരുടെ ഭാഷ പറഞ്ഞ ആദ്യത്തെ പോപ്പായി പത്രോസ്ലീഹ മാറുന്നു. പെന്തക്കോസ് പെരുന്നാളിൽ 120 പേർ സെഗിയോൻ മാളിക മുറിയിലിരിക്കുമ്പോൾ യോവേലിൻ്റെ പ്രവചനപ്രകാരം അന്ത്യകാലത്തെ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ. മേലാകാശത്തിലും കീഴ് ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും. നാഥൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു കൂട്ടം ഓടി വന്നു. പടകിൽ നിന്ന് ചാടിയ പത്രോസ് ഒറ്റ പ്രസംഗം അവിടെ പ്രസംഗിച്ചു. അവർ വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു, അനുദപിച്ചു. ഓരോരുത്തനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി മുങ്ങി സ്നാനമേറ്റു. അപ്പോസ്തലപ്രവൃത്തി 2:40-41. അന്ന് ഏകദേശം 3000 പേർ ദൈവസഭയോട് ചേർന്നു. വചനം മനസ്സിലാകുന്നവർക്കായി. പഴയ സഭയിൽ 3000 പെട്ടപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെയെങ്കിൽ ഇടവേളയിൽ ഇന്നലെ യഹൂദന്റെ ആലയം ഉയരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മധ്യാകാശത്തിൽ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. എതിർ ക്രിസ്തു ഇന്നലെ ഞാൻ പറഞ്ഞു സിറിയയിൽ നിന്ന്. അതുകൊണ്ട് ട്രംപ് സിറിയയ്ക്ക് കൈ കൊടുക്കുന്നു. ഉൽപ്പത്തി 49:17. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. അവൻ ആദ്യമായി ഒരു കാര്യം ചെയ്യും, ആലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവരും. യഹൂദൻ റോബോട്ടിനെ വണങ്ങത്തില്ല, അവൻ്റെ പീഡാകാലം. 2, വെറുക്കപ്പെട്ട യഹൂദന്റെ മൃഗമാ പന്നി. ആലയത്തിനകത്ത് പന്നിയെ കൊണ്ടുവരും. വചനം കൂടെ
ദാനിയേൽ 12:11 ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം വിശുദ്ധ സ്ഥലത്തിരിക്കും. 1290 ദിവസം ദൈവസഭ എടുക്കപ്പെട്ടാൽ 3.5 വർഷം യഹൂദൻ വണങ്ങത്തില്ല. ഈ ബിംബം സംസാരിച്ചു കൊണ്ടിരിക്കും. അണ്ടർ ഓൺ ഗോയ് ഗൂഗിൾ സംസാരിക്കുന്നത് പോലെ 2 തെസ്സലോനിക്കർ 2:4 വാക്യങ്ങൾ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദൈവമെന്ന് പൂജാവിഷയമെന്ന് വരുന്നവരോട് സംസാരിക്കും. തന്നെത്താൻ ഉയർത്തുന്ന ഒരു മൃഗമായി അവനിവിടെ ഉലകഭരണം കൈയാളും. അങ്ങനെയെങ്കിൽ യഹൂദൻ കമ്പ്യൂട്ടറിന് വണങ്ങത്തില്ല, പന്നിയുടെ രക്തം വായിൽ കൊള്ളത്തില്ല. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24:15-16. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം വിശുദ്ധ സ്ഥലത്ത് കാണുമ്പോൾ യഹൂദൻ മലയിലേക്കോടി നിലവിളിക്കുന്ന ഒരു കാലം. യെരൂശലേമേ, യെരൂശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അങ്ങനെയെങ്കിൽ അന്ന് IS-ന്റെ പട്ടാളക്കാർ അല്ലെങ്കിൽ മിലിറ്റൻസ് ആരുടെ കഴുത്തറക്കും? യഹൂദന്റെ കഴുത്തറക്കും. ആ ഭാഗം ഇന്നലെ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് തൊഴിക്കല്ല ദൈവമക്കളുടെ പ്രത്യാശ കാന്തന്റെ പൊന്മുഖം നാം മധ്യാകാശത്തിൽ കാണും. 2, അവന്റെ മിലിറ്ററി കഴുത്തറത്ത് രക്തം യഹൂദന്റെ വീഴുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരും. അതുകൊണ്ട് ഇത് പെന്തക്കോസ് മിഷൻ TPM പല ബേത്തൂമുകളുടെ മുമ്പിലും ഇന്നലെ എഴുതിയിട്ടുണ്ട്. കർത്തൃദാസി വായിച്ചു ആമോസ് 4:11-12. എന്താ? സോദോമിന്റെയും ഗോമറയുടെയും മേൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ നിങ്ങളുടെ ഇടയിൽ ഇസ്രായേലിൽ ഒരു ഉന്മൂലനാശം വരുത്തി. കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ചു, രാജ്യമൊക്കെ തന്നു. എങ്കിലും നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്നലെ രാത്രി സമയം പോയിട്ട് ഇന്ന് അടിക്കുന്ന കാറ്റിനെ പറ്റി ഇന്നലെ രാത്രി പറഞ്ഞു. സങ്കീർത്തനം 104:3-4 മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിൽ സഞ്ചരിക്കുന്നു. 4 മേഘങ്ങൾ ഇന്നലത്തെ ഓൺലൈൻ നിംബസ്, നിംബോസ്റ്റാറ്റസ്, സീറസ്, പ്ലാന്റോസ്. 5ാമത് മേഘം ഇവിടെ ഇറങ്ങുന്നെന്ന് സജു ചാത്തന്നൂരിലെ കുസാറ്റില് മേഘങ്ങളുടെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഭിലാഷ് പറഞ്ഞു. 5ാമതൊരു മേഘ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നു തന്റെ ഭക്തന്മാരെ സ്വർഗീയ നാട്ടിൽ ചേർക്കുവാൻ. യോനയെ മത്സ്യത്തിന്റെ വയറ്റിൽ വെന്റിലേറ്റർ ഒരുക്കി കാത്ത ദൈവം മണവാട്ടി സഭയെ മരണം കാണാതെ എടുക്കപ്പെടുവാൻ സ്വർഗത്തിൽ നിന്ന് മേഘമിറങ്ങി. അവസാനമായി 2 രാജാക്കന്മാർ 2:11 യോർദാന്റെ അക്കരെ ഏലിയാവും ഏലീശയും തന്നപ്പോൾ ഏലീശയെ എതിരേൽക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥങ്ങളും അഗ്നിയശങ്ങളും ഇറങ്ങി. അവൻ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടതുപോലെ ഈ തലമുറയിൽ മരണം കാണാതെ ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കുമെന്ന് ഇന്നലെ രാത്രി ബൈബിളും സയൻസും പറഞ്ഞു. ഒരു രാത്രി കൂടി സത്യദൈവസഭ തൊഴുക്കലിനോട് കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തർ കാകള ധ്വനിയുമായി മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തവേ കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. തൊഴുക്കൽ ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are starting book of Revelation chapter 4:10-11. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-11. இந்த കരങ്ങളിൽ ഇരിക്കുന്ന വേദവചനം യോവാൻ അപ്പോസ്തലൻ വെളിപ്പാട് ദീർഘദർശിൻ ഘടികം അധികാരം 4 വസനത്തെ സൊൽகிறது 10-11 വായിക്കാം. വെളിപ്പാട് 4:10-11 വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപ്പാട് 3:10-11 വാക്യങ്ങൾ വായിച്ചാട്ടെ. എല്ലാവരെയും ബൈബിള് തുറക്കണേ. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ദൈവസഭയെ കർത്താവ് കാക്കും. അല്ലാതെ അവറാച്ചാനെ തോമാച്ചാനെ കാക്കുമെന്നല്ല, ദൈവസഭയെ കർത്താവ് കേക്ക്. ഇതാ ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷന്റെ സന്ദേശം. ഞാൻ വേഗം വരുന്നു. അടുത്തത് നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അടുത്ത വാക്യം,
ജയിക്കുന്നവന് അടുത്ത വാക്യം കൂടെ. ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. മതിയമ്മയെ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പ. എന്ന് രാത്രി നിനക്കുള്ളതിനെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എന്റെ കാന്തൻ വരാറായി. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ ശ്രുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ കരം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ചലിക്കുന്നതല്ല. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവകരം ഇതിനകത്ത് വെളിപ്പെടുന്നതിനാൽ കാദേശ് മരുഭൂമിനെ നടുക്കിയ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവ ശബ്ദം, ഇന്ന് രാത്രി പെരുവെള്ളത്തിന് മീതെ മുഴങ്ങിയ ശബ്ദം, ലബനോനിലെ ദേവദാരുക്കൾ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടുക. ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഈ രാത്രി യേശുവിനെ കാണുക. ജീവിതത്തിന്റെ ഇഴത്താരകൾ മങ്ങിയ ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി കരമുയർത്തുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. അൻപുള്ള യേശു சாமி അങ്ങയെ നമ്പിയും പിള്ളകൾ വന്നിരിക്കുന്നത് ആണ്ടവരിൻ വല്ലമായി ദയവായി ആത്മാവിൻ തൂവയാവേ. இந்த நாட்களில் இந்த கன்வென்ஷன் கூட்டங்கள் பகരുന്നതിനായി നന്ദി. പണ്ടിക കൂട്ടത്തിൻ കടസി നാളിൽ യേശുനാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. എൻ്റെ അകത്ത് വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ഇന്ന് രാത്രി ഒരു ജീവജല നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ. അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി തൊഴുകൽ ഒഴുകട്ടെ. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഇന്ന് രാത്രി ജീവന്റെ വചനം കേട്ട് ചിലരുടെ പേരുകൾ ദൈവ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഓൺലൈനിൽ ചലിക്കുന്നതിനാൽ നന്ദിയോടെ വാഴ്ത്തുന്നപ്പ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണരുടെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. തൊഴുക്കല്ല ദൈവസഭ, ഇതിന്റെ ബ്രാഞ്ച് സഭകൾ ഈ പട്ടണത്തിലെ മക്കളല്ല എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. കൂലിവേല ചെയ്യുന്നവർ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. സർക്കാർ ജോലി ചെയ്യുന്നവർ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ കച്ചവടക്കാർ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടുത്തെ ബിസിനസ്സുകാർ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. വെളിനാട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഈ കൺവെൻഷൻ മൂലം എന്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട യേശു അപ്പച്ചന്റെ നാമം മാത്രം രാത്രി ഉയരണം. വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ഒരിക്കൽ കൂടി ഉത്സാഹത്തോടെ, ഒരിക്കൽ കൂടി അഭിഷേകത്തോടെ. നല്ല സഹകരണത്തിന് നന്ദി. വളരെ സാവകാശത്തിൽ ഇന്ന് നടക്കുന്ന ഇസ്രയേൽ ഗാസ സംഘടനത്തിനോടനുബന്ധിച്ച് എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ ഒന്നാമത്തെ ഉടമ്പടി യഹൂദനുമായി, 2 പലസ്തീൻ അതോറിറ്റിയുമായി ഉടമ്പടി ഉണ്ടാക്കുന്നു. ആ ഭാഗമാ ഈ രാത്രി വെളിപ്പാട് പുസ്തകത്തിൽ കൂടി ഭാഗങ്ങൾ ചിന്തിക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ കാലിക പ്രസക്തിയുള്ള പ്രഭാഷണമാ ഈ രാത്രിയിലും. ഇന്നലെ രാത്രി തുടങ്ങി വെച്ചത് രത്നായ ഭാസ്കരന ഗുരു. അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. രാവിലെ പ്രപഞ്ചത്തെപ്പറ്റി പറഞ്ഞു, അത് ഞാൻ തൊടുന്നില്ല. യഹൂദ ലക്ഷണവും എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണവും പ്രപഞ്ച ലക്ഷണവും, അത് കഴിഞ്ഞിട്ട് ഏകലോക മതവും, നോഹയുടെ കാലം, ലോത്തിന്റെ കാലം പോലെ കർത്താവിൻ്റെ വരവ്. ബൈബിളിൽ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണമുണ്ട്. ശ്രദ്ധയോടെ. അതിലൊന്ന് ഗിരിപ്രഭാഷണം. ഇന്ത്യയുടെ ആദർശധീരനായ മഹാത്മജിയെ വഴി നടത്തിയത് ഗിരിപ്രഭാഷണം. 2ാമത്തെ പ്രഭാഷണമാണ് ബൈബിളിനെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. 3ാമത്തെ പ്രഭാഷണം പറയുമ്പോൾ ഇന്ന് അവസാനിക്കും മാളികമുറി പ്രഭാഷണം. യേശു ക്രിസ്തുവിൻ്റെ കാതലായ 3 പ്രഭാഷണങ്ങൾ സുവിശേഷത്തിൽ. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3ാമത്തെ പ്രഭാഷണം മാളികമുറി പ്രഭാഷണം. ഒലിവുമല പ്രഭാഷണമാ അന്ത്യകാലത്തിൻ്റെ പ്രസക്തി. ഒലിവുമലയെ ബേസ് ചെയ്ത് 3 കാര്യങ്ങളുണ്ട്. ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കണം. 1, നാഥൻ ഓശാന പെരുന്നാളിന് ശേഷം പ്രഭാഷണം നടത്തിയത് ഒലിവുമലയിൽ നിന്നാണ്. 2ാമത്തെ പ്രത്യേകത, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് അവൻ യാത്രയായത് ഒലിവുമലയിൽ നിന്നാണ്.
മൂന്നാമത്തെ ഒലിവുമലയുടെ പ്രത്യേകത, ഇനി അവൻ മടങ്ങി അവന്റെ കാൽ ചവിട്ടുന്നതും ഒലിവുമലയില. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി. അതുകൊണ്ട് ഈ പ്രഭാഷണങ്ങളെ അവഗണിക്കുവാൻ ആർക്കും സാധ്യമല്ല. ബൈബിളിലേക്ക് കടന്നു വരാം. ബൈബിളിൽ 10 യുഗങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞു 10 യുഗങ്ങൾ ബൈബിളിലുണ്ട്. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം. ഇന്ന് തകർന്നുപോയ ദൂതനെ പറ്റി പറയുമ്പോൾ അവസാനിക്കും. ആദിയിൽ ദൈവം ആകാശം ഭൂമി. അവിടുന്ന് പിൻപിൽ ഒരു യുഗമുണ്ട്, അനാദിയിൽ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. 3 ഗ്രൂപ്പ്. 1 പ്രധാന കമാൻഡർ മീക്കായേലും സംഘവും. 2 സന്ദേശം കൈമാറുന്നത് ഗബ്രിയേലും സംഘവും. 3 സ്വർഗത്തിന്റെ ആരാധന തലവനായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം, ഫർ രശ്മി. അവനാ വെട്ടേറ്റ് വീണത്. അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് വീണതെങ്ങനെ? അവനാ തേജസ് നഷ്ടപ്പെട്ട ദൂതൻ പിശാചായി. അതുകൊണ്ട് നമ്മുടെ സത്യദൈവ സഭയിൽ പാടും, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. പത്രോസ്ലീഹ, പാപം ചെയ്ത ദൂതന്മാര് ദൈവം അന്ധതമസിനകത്താക്കി. ഇടവേളയ്ക്ക് ശേഷം യവൻ എഴുന്നേറ്റ് വരുന്നത് പറയുമ്പോൾ ലോകം ഞെട്ടുന്ന കാഴ്ചകളാണ്. അതാ ദൂതന്മാർ. 2 നിൽക്കൽമഷയുഗം. എത്യോപ്യയുടെ വടക്ക് ഇറാഖിനോട് ചേർന്ന് സ്വർഗം 6 ഘടകം: സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്തപ്പൊടിയിൽ നിന്ന് ആദാം, തക്ക തുണയായി ഹൗവ. അവരെ പാർക്കാൻ കൊണ്ടുവന്നത് ഏദൻ. അടക്കി വാഴുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. 1 ദിവസം 1000 സംവത്സരം. തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം. അതിനെ ഭക്ഷിക്കുന്ന നാളിൽ രക്ഷയുടെ തേജസ്. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു, തോട്ടത്തിൽ നിന്ന് അവർ പുറത്ത്. നിൽക്കൽമക്ഷയുഗം. 3 മനസാക്ഷി യുഗം. 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച 2 മക്കൾ, കായീൻ ഹാബേൽ. നിലത്തിലെ ആരാധനയ്ക്ക് വേണ്ടി സ്വർഗം വിളിക്കുന്നു. കായിൽ മേൽത്തരമായ വിഭവങ്ങൾ. ഹാബേൽ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു. കുഞ്ഞാട് ദൈവസന്നിധിയിൽ തുള്ളിച്ചാടി. ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ദുഷ്ട മനുഷ്യനായ കായീൻ ഹാബേലിനെ വെട്ടിക്കൊല്ലുന്നു. സ്വർഗം ചോദിക്കുന്നു, കായീനെ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുന്നു. മനസാക്ഷിയുഗം. 4 ന്യായപ്രമാണ യുഗം. ആയുസ് 36 120 സംവത്സരം. ഇസ്രായേൽ പാളയത്തിനകത്ത് പാപം വരികപ്പോൾ മോശയെ ദൈവം വിളിച്ചു. സീനായുടെ മടിത്തട്ടിൽ 750 പ്രമാണം, 10 കൽപ്പന. പക്ഷേ ഇസ്രായേൽ പാളയം തച്ചുടയ്ക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ അവസാന കണ്ണിയായി പുതിയ നിയമത്തിലേക്ക് തൊടുവാൻ ഒരുവനെത്തുന്നു, സ്നാപക യോഹന്നാൻ. ആ യുഗമാ ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനം. 5-ാം യുഗം സങ്കലന യുഗം. കൂടെ ഇരിക്കണം. ബൈബിൾ 66 പുസ്തകങ്ങൾ. ബൈബിളിൽ ഒരു മിനി ബൈബിളുണ്ട്. യെശയ്യാ പ്രവചനം 39 നിഴൽ, 40 മുതൽ പൊരുൾ. യെശയ്യാവ് ഇങ്ങനെ പറയുന്നു, കേട്ടോ, വഴിയൊരുക്കുവീൻ, മരുഭൂമിയിൽ ദുർഘടപാതകൾ ഒരുക്കി, യഹോവയ്ക്ക് വഴിയൊരുക്കി. സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നാഥന് വേണ്ടി വഴിയൊരുക്കുവാൻ. ആ പ്രസംഗവുമായി ആര് വരുന്നു? യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. അതിനുശേഷം ഇവന്റെ തല ഹേരോദ വറക്കുമെന്ന് വ്യക്തമായിട്ട് സ്വർഗത്തിന് അറിയാം. അതിൻ്റെ സങ്കലനയുഗത്തിൻ്റെ പരിസമാപ്തിയായി മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ വന്നു. ബേത്ലഹേമിൽ ജനിച്ചു, മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു. 33 തിരുവയസ്സിൽ കാൽവറിയിൽ പരമയാഗമായി. അതിനുശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. 40-ാം ദിവസം ഒലിവുമലയിൽ നിൽക്കുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞോളൂ, ഒരു മേഘം താഴേക്ക് വന്നു. അവൻ മേഘത്തട്ടുകളിൽ എടുക്കപ്പെട്ടു. ബൈബിൾ കൂടെ യേശു പോയപ്പോൾ ശിഷ്യന്മാർ കൈ കൊടുത്തുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ മൊത്തവും ഗലീലയിലെ മീൻപിടുത്തക്കാരാ. ലൂക്കോസ് ഒഴിച്ച് ബാക്കിയെല്ലാം മീൻപിടുത്തക്കാരായിരുന്നു. അതുകൊണ്ട് 2 ദൂതന്മാർ ഇറങ്ങി പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. ദൂതന്മാരുടെ സാക്ഷ്യം. 6 അടുത്ത യുഗമാ കൃപായുഗം. പെന്തിക്കോസ് പെരുന്നാളിൽ 107 വിശ്വാസ സമൂഹം, യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി 10. അത് കഴിഞ്ഞതിന് ശേഷം 12 ശിഷ്യന്മാർ. യൂദ പോയി മക്കാറിയോസ്. അവർ സെഗിയോൻ മാളിക മുറിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തി അവരിലേക്ക് ഇറങ്ങി വരുന്നു. അന്ന് ഹോളി സ്പിരിറ്റിന്റെ പവറാൽ ആരംഭിച്ചത് കൃപായുഗം. ആ കൃപായുഗം തീരാറായി. അപ്പൊ ദൈവസഭ ആരംഭിച്ചത് തൊഴിക്കലിലല്ല, തിരുമ്പലിയൂരിലല്ല, ചെന്നൈയിലല്ല, കൊട്ടാരക്കരയല്ല, കുമ്പനാടല്ല, തിരുവല്ല അല്ല, പാളയം ഗ്രൗണ്ടിലുമല്ല. ദൈവസഭ ആരംഭിച്ചത് പെന്തക്കോസ് പെരുന്നാളിൽ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അന്ന് ആരംഭിച്ചത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവസഭ ആരംഭിച്ചെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ ദൈവസഭ എടുക്കപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും.
നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തി ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അതിന്റെ പേരാ രൂപാന്തരം, ട്രാൻസ്ഫർമേഷൻ. അങ്ങനെയെങ്കിൽ ഒന്ന്, ദൈവസഭ എടുക്കപ്പെടും. രണ്ട്, ഒരന്തിമ യുദ്ധമുണ്ടാകും. ആ അന്തിമ യുദ്ധമാ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 രാജ്യങ്ങൾ കൈകൊടുത്തു. 1 വടക്കൻ കൊറിയ, 2 ചൈന, 3 റഷ്യ. ഇവർ 3 പേരും ഇസ്രായേലിനോട് പറഞ്ഞിട്ടാ ഇറാന് നേരെയുള്ള വെടി ഇസ്രായേൽ നിർത്തുന്നത്. അമേരിക്കയിലെ ട്രംപുമായി ഇന്ത്യ അന്ന് മുതൽ പ്രശ്നമാണ്. ഈ പ്രശ്നം ഇന്ത്യ തുടങ്ങാൻ കാര്യം പറയാം. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ, എല്ലാവരും കേൾക്കണേ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെ അടിക്കാൻ തുടങ്ങി. എല്ലാവരും വിചാരിച്ച് പടപട അടിക്കും, പാകിസ്ഥാനെ നിരത്തുവെന്ന്. 3-ാം ദിവസം അഴിഞ്ഞു. ആദ്യത്തെ ദിവസത്തെ ആക്രമണം, 2-ാം ദിവസം ഇസ്രയേലിൻ്റെ സംവിധാനം ഇന്ത്യ എടുത്തു. അതിൻ്റെ ഒരു ഡ്രോണാ, ഹെരോദ ഡ്രോൺ. ഞെക്കിക്കഴിഞ്ഞാൽ എവിടെയും വീഴും. അങ്ങനെ ഒരു സാധനം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയച്ചു. റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, കറാച്ചി, അത് കഴിഞ്ഞ് ചക്കാല എയർബേസ്, ഇവിടെ എല്ലാം ഈ ഡ്രോൺ വീണ്. സംഭവം ഇസ്രായേലിൻ്റെയാണ്. പാകിസ്ഥാൻ കത്താൻ തുടങ്ങി. പാകിസ്ഥാനകത്തൊരു പ്രത്യേകതയുണ്ട്. പാകിസ്ഥാനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പോലും അറിയത്തില്ല. അറബ് രാജ്യങ്ങളിലല്ല, അമേരിക്കയുടെ കുറെ ആയുധം എവിടെ ഇരിപ്പുണ്ടെന്ന് അറിയാമോ? പാകിസ്ഥാനിൽ ഇരിപ്പുണ്ട്. ഇന്നല്ല, സിയാഹുൾക്ക് എന്ന് പറയുന്ന, ഇതെല്ലാവരും കേൾക്കണം, രാഷ്ട്രീയക്കാർ കേൾക്കണം. പ്രധാനമന്ത്രി സിയാഹുൾക്കായി പാകിസ്ഥാനിൽ ഇരിക്കുമ്പോൾ അമേരിക്കയുടെ ആയുധം പല സ്ഥലത്തും അമേരിക്കയുടെ ആയുധം പാകിസ്ഥാനിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു അടി ഉണ്ടായാൽ നമുക്ക് നെയ്യാറ്റിൻകര നേരത്തെ കളിക്കാവളെ അടിക്കത്തക്കോണം. അപ്പൊ ഇന്ത്യക്കാർക്ക് കണ്ണും മൂക്കും ഉണ്ടോ? ഇസ്രായേലിന്റെ നല്ല ബോംബ്, ഇത് നമ്മുടെ ബരാക്ക് മിസൈലും ഹെരോദായും അടിച്ച് ഉടനെ പാകിസ്ഥാന്റെ ഇന്നത്തെ കരസേനാ മേധാവി, ഒരു ചാനലുകാർക്കും അറിയത്തില്ല, ആസം മുനീർ ആരെ വിളിച്ചു? അമേരിക്കയിലെ വായാടി ട്രംപിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ആയുധമാരെ തീർക്ക്. അപ്പോൾ 5:30 മണിക്ക് ഒരു കാര്യം നടന്നു. അമേരിക്കയിലെ പ്രസിഡന്റ് പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് ആ യുദ്ധം തീർത്ത് തരാം. കേട്ടോണേ, 5:30 മണിക്ക് ട്രംപ് പറഞ്ഞു ഇന്ന് വൈകിട്ട് യുദ്ധം നിർത്തും. 6:30 ആയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മോഡി സാറിനെ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഗുഡ് ബൈ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അത് ഇന്ത്യക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. സ്വോത്രം. എന്താ? അമേരിക്ക പറഞ്ഞിട്ട് ഇന്ത്യ യുദ്ധം നിർത്തിയെന്ന്. അന്നേരം തൊട്ട് ഇന്ത്യയായിട്ട് പ്രശ്നമാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ത്യയും ചാഞ്ചാട്ടം നടത്തുന്നു. ഈ ദിവസങ്ങളിൽ ആ ഇന്ത്യ റഷ്യയുടെ എണ്ണ മേടിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു $55. ഈ പൈസ റഷ്യക്ക് കിട്ടിയാൽ റഷ്യ സമ്പന്നമാകും, അമേരിക്കക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ഇന്ന് ട്രംപ് ഇന്ത്യൻ സാധനങ്ങൾക്ക് 50% തീരുവ. ഇന്ത്യക്കാരും മിണ്ടിയില്ല. നമ്മുടെ മോഡി സാറ് നമ്മുടെ ഉപദേശിക്കാരനൊക്കെ മറുകണ്ഠം ചാടാൻ എടുക്കാനാ. ഉടനെ റഷ്യയിലേക്ക് ഫോൺ ചെയ്തു, അയ്യാ നിങ്ങ പക്കത്തിന് അങ്കലും ഇരിക്കാം. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ, സ്വോത്രം. മനസ്സിലാക്കണം, രാഷ്ട്രീയക്കാർക്ക് ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. അന്നേരം ഇന്ത്യയുടെ ഇന്നത്തെ രാജ്നാഥ് സിംഗ് അമേരിക്കയിൽ പോകാനിരുന്ന ബോയിങ്ങും സാധനം എല്ലാം മേടിച്ച് റഷ്യക്കാരൻ പറഞ്ഞ്, തമ്പി ഇങ്ക വലിയ സാമാനം ഇരിക്കുന്നത് നീ മേടിച്ചോളാം, ഡിസ്കൗണ്ട് തരാമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് ഇന്ത്യ ചാഞ്ചാടി കളിക്കുന്നെങ്കിൽ റഷ്യ ഒരു നേതൃനിരയിലേക്ക് വരും, ഒരു മേധാവിയാകും. അതാ എസക്കേൽ 38:7-8. ബാക്കിയൂടെ കേട്ടോടും. പലസ്തീൻ അതോറിറ്റി 2024 മിസ്റ്റർ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മഹ്മൂദ് അബ്ബാസ് റഷ്യയെ ചെന്നിട്ട് പറഞ്ഞു, സാറേ നീ ഞങ്ങൾക്ക് മേധാവിയാകണം. 2025 ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഹമാസിന്റെ നേതാക്കൾ റഷ്യയെ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഇസ്രായേൽ കശാപ്പിയ നീ ഞങ്ങൾക്ക് മേധാവിയായി തരണം. അതാ 2650 കൊല്ലം മുമ്പ് എസക്കേൽ കേബാർ നദീതീരത്തിരുന്നപ്പോൾ സ്വർഗം പറഞ്ഞു, റഷ്യ അവർക്ക് മേധാവിയായി തീരും, നീ അവർക്ക് മേധാവിയായി തീരും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ആരാ? റഷ്യ. ആളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തെ ഒടുക്കം വന്നു ചേരും. അതേതാ? 1948 മെയ് 14 അറബി ഒട്ടകമോടിച്ച് മൂളിയുന്നതുമായ ഇസ്രായേൽ പർവ്വത നിരകളിൽ ആ യുദ്ധത്തിന്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ എന്താ അത് നടക്കാത്തത്? അത് നടക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാര് എന്റെ അടുക്കൽ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ മടങ്ങി വരൂ. സ്വോത്രം. ലോക സംഭവങ്ങൾ രാഷ്ട്രീയമായെന്ന് പറയുന്നത് ഈ വായാടി ട്രംപ് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ
വരാൻ പോകുന്ന ഒരു ഭരണാധികാരി. ഇന്നലെ രാത്രി വ്യക്തമായി ഓൺലൈനിൽ 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്ന് ലീഗ് ഓഫ് നേഷൻസ്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്നു, അത് ഇന്നുമുണ്ട് യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരുവൻ ഭരണത്തിലേക്ക് വരും, അവൻ്റെ പേരാ എതിർ ക്രിസ്തു. അതിനാസ്പദമായ ഇന്നലെ രാത്രി വെളിപ്പാട് നാം ചിന്തിച്ചത്. മുമ്പോട്ട് കടക്കാം. അപ്പൊ ജാതികൾ യെരൂശലേമിലേക്ക്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, AD 30 കാൽവറിയിലെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി. ഭക്തന്മാർക്ക് ക്രൂരമായ ന്യായവിധി. സ്തേഫാനോസിന് കല്ലെറിയുന്നു, പൗലോസിന്റെ ഓസ്ട്രിയയിൽ തല വെട്ടിമാറ്റുന്നു, യാക്കോബിന്റെ കഴുത്തു വെട്ടുന്നു, പത്രോസ്ലീഹായെ തല കീഴായി ക്രൂശിക്കുന്നു. ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്ന തോമാസ് അപ്പോസ്തലൻ ക്രൂരമായി വധിക്കപ്പെട്ടു. AD 64 ഒരുവൻ യാത്രയായി, യോവാൻ അപ്പോസ്തലൻ. അവർ പോയതാ എവിടത്തേക്കാണെന്നറിയാമോ? ആസ്യയിൽ 7 സഭകൾ ഉണ്ടാക്കി. 7 സഭകൾ, എഫെസോസും സ്മർണയും തുദയൂര് പെർഗമോസും സർദീസും ലവോദിക്കയും ഫിലാഡൽഫിയ സഭ. ആ സമയത്ത് ഡൊമീഷ്യന്റെ കൽപ്പന ഒന്ന്, അവനെ എവിടെ കൊണ്ടുപോയി? ഇന്നലെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൊണ്ടുപോയി. അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി അവിടുന്ന് അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞ് അവനെ എവിടെ കൊണ്ടുവന്നു? എഫെസോസ് സഭയിൽ കൊണ്ടുവന്നു. ഡൊമീഷ്യന്റെ അടുത്ത് പടയാളികൾ ചെന്ന് പറയും, സാറേ ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. അദ്ദേഹം പറഞ്ഞു, ആഫ്റ്റർ 4 days കമ്മിങ് എ സെക്കൻഡ് സെന്റൻസ്, ഞാനൊരു സെക്കൻഡായിട്ടൊരു സെന്റൻസ് അവനൊരു ന്യായവിധി തരാം. അതിനാസ്പദമായി എന്താ സംഭവിച്ചത്? 4 ദിവസം കഴിഞ്ഞു. പടയാളികൾ എവിടെ വന്ന്? എഫെസോസ് സഭയുടെ മുൻപിൽ വന്നു. വയോധികനായ യോഹന്നാനോട് പറഞ്ഞു, താങ്കൾ തീരാൻ പോവുക. ഒരു വ്യക്തിയെ ജയിലിനകത്ത് തൂക്കുന്നതിന് മുമ്പ് ബന്ധുക്കളെല്ലാം കാണിക്കും, അല്ലേ അവരുടെ പ്രിയപ്പെട്ടവരെ കാണിക്കും, നല്ല വെള്ളയുടുപ്പും വെള്ളമുണ്ടും എല്ലാം കൊടുക്കും. അവൻ എന്തായാലും മരിക്കാൻ പോവുക. വയോധികനോട് പറഞ്ഞു, താങ്കളെ കൊല്ലാൻ പോവുക. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലികൾ ബന്ധിച്ച് താങ്കളെ മുക്കിക്കൊല്ലുക. വയോധികന്റെ മുഖത്തൊരു പുഞ്ചിരി. അപ്പൊ ചോദിച്ചു, എന്താ സഹോദര പുഞ്ചിരിക്കുന്നത്? എന്താ അപ്പച്ച പുഞ്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാരമില്ല. നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന ഉണ്ടാകുന്നതിന് മുമ്പ് ആരാ? നെബൂഖദ്നേസർ രാജാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീജ്വാല ഒരുക്കി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 7 മടങ്ങ് ചൂടാക്കി അതിനകത്ത് അവരെ വലിച്ചെറിഞ്ഞ് തട്ടിക്കളയും. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കരമുയർത്തി, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയെങ്കിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ. പടയാളികൾ ഇതൊന്നും അനുസരിച്ചില്ല. വയോധികനായ യോഹന്ന, തായെ തകർപ്പരെ തമ്പി തങ്കച്ചി, இந்த நாட்களிலே 90 വയസ്സിരിക്കുന്ന അപ്പ, കൈക്കുള്ള ഒരു ടീ കപ്പ് പിടിച്ചാൽ കൈ പറക്കുന്ന അപ്പ, അവരുടെ കൈകളിലേക്ക് വിലങ്ങുകൾ വെച്ചിരിക്കുന്നത്. എങ്ക கோயிருக்குது, ஒரு கொட்டுகத்துள்ள எண்ணெய் இருக்குது, அதுக்கு நகத்தேக்கு அப்பாவை வலிச்சிட்டு பக்கத்தில் எல்லாம் படையாளிகள் நோக்கி இருக்குது. ஒரு 10 நிமிஷம் முடியாது ഈ മനുഷ്യൻ മരിക്കും എണ്ണയ്ക്കകത്ത്. എന്നാൽ 9 മിനിറ്റ് ആയപ്പോൾ യോഹന്നാൻ തല ഉയർത്തി പടയാളികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പുതയ്ക്കാൻ വല്ലതും തരണം. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ ചോദിക്കൂ, ദൈവദാസനെ സഹോദര, കത്തി കയറിയിട്ട് അപ്പച്ചൻ മരിച്ചിട്ടില്ല, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ട് അപ്പച്ചൻ മരിച്ചില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയണ, വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു സർജറി യൂണിറ്റിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ബൈക്ക് ആക്സിഡന്റിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു സുനാമിക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ഭൂകമ്പത്തിന് കഴിയത്തില്ല. നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്ക് സഹോദരി, നീ കുടിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, ഈ തിരുവെഴുത്തുമായി ദൈവാരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ദൈവം നിന്റെ പിൻപിൽ ഒരു വര വരച്ചിട്ടുണ്ട്. മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ചെറുപ്പക്കാര, ഇന്ന് രാത്രി നാട് വിട്ട് കൂട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് ആത്മാവിലെ സത്യത്തിലും ആരാധിക്കാൻ ഇറങ്ങിയ നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിന്റെ പുരക്കകത്ത് നീ ഒഴുക്കിയ കണ്ണുനീരിന്റെ മറുപടി നിന്റെ തലമുറകളിൽ കാണുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്നത്തെ കടസി കൂട്ടത്തിനകത്ത് പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ്, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങി പോകും. എന്നാൽ ഇന്ന് രാത്രി തൊഴുക്കളിൽ നിന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ലോർഡ് ജീസസ്. ഇന്നലെ രാത്രി ഞാൻ ദാവീദിന്റെ പ്രോമിസാ പറഞ്ഞത്. പഴയ നിയമത്തിൽ അനവധി വാഗ്ദത്തങ്ങളുണ്ട്. അബ്രഹാമിന്റെ സന്തതി ഇസഹാക്ക്, ഇസഹാക്കിന്റെ സന്തതി യാക്കോബ്, യാക്കോബിന്റെ വാർദ്ധക്യകാല സന്തതിയുടെ പേരാ യോസഫ്. യോസഫിന്റെ പ്രത്യേകത എന്താ?
അപ്പനൊരു നിലയെങ്കിൽ ചേട്ടന്മാരെ പല നുണയും പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ യോസഫ് ആട് മേയ്ക്കാൻ അമ്പൂരി മലമുകളിൽ പോയി. അന്ന് യോസഫിന്റെ ചേട്ടന്മാർ അമ്പൂരി മലകളിൽ പോയി. അത് നമ്മുടെ മലയാള ഭാഷയിൽ ശേഖേം എന്ന് പറയാം ബൈബിൾ, അല്ലെങ്കിൽ ദോദാൻ. 2 പട്ടണങ്ങളിൽ ആട് മേയിച്ചുകൊണ്ടിരിക്കുക. ഈ ചേട്ടന്മാരെ പറ്റി ഒരു വിവരമില്ല. നമ്മുടെ ഇവിടെ കോവിഡ് കണക്ക് 36,000 കേസായി. നെയ്യാറ്റിൻകര ഒരു പോലീസിൽ പെറ്റീഷൻ കൊടുത്ത് ഒരു പാസ് പോലീസുകാർ കൊടുത്തില്ല. കേസ് കുറഞ്ഞപ്പോൾ പാസ് കൊടുത്തു. ആര് യാത്രയായി? യോസഫ് പെട്ടിയും കിടക്കെ എല്ലായിട്ടും നല്ല പെട്ടിയാട്ടോയിൽ യാത്രയായി. അമ്പൂരിയുടെ താഴെ വാഴിച്ചാൽ ചെന്നപ്പോൾ ചേട്ടന്മാർ മേളിൽ നിന്ന് കണ്ട് ദാ വരുന്നു യോസഫ്. ഞങ്ങളുടെ പാസ്റ്റർമാരെ ഭാഷയെ പറഞ്ഞാൽ യമനെ ഒതുക്കണം. സന്തോഷമില്ലല്ലോ സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി പാസ്റ്റർമാരെ സ്ഥലം മാറ്റത്തിൽ ചില പാസ്റ്റർമാർ പറയത്തില്ല, ഈ ട്രാൻസ്ഫറോട് കൂടി അവനെ ഞാൻ മൂലയ്ക്കാക്കും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെ എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞു. സ്വോത്രം. പാവപ്പെട്ട യോസഫിനെ കണ്ടു. പെട്ടിയാട്ടവിലെന്താ സാധനങ്ങളെല്ലാം അവന്മാർ പിടിച്ചു. ഇന്ന് രാത്രി അവസാന യോസഫിനെ പറയുമ്പോഴാണ് പ്രസംഗവും നിർത്തുന്നത്. മനസ്സിലാകുന്നവർക്കായി. 1, പാവത്തിന്റെ കുപ്പായം അടിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു. അച്ചായ അമ്മാമ്മ പൊട്ടക്കിണറ്റിന്റെ പ്രത്യേകത പല്ലി, പാമ്പ്, ചെരുപ്പിന്റെ വാറ്. സ്വോത്രം. വാഗ്ദത്തമുള്ളവ 1 പൊട്ടക്കിണർ. അവിടെ നിന്ന് ദൈവകൃപയാൽ അവനെ പോക്കി. പിന്നെ അവിടെ പോയി പനച്ചുമൂട് ചന്തയിൽ. മനസ്സിലാകുന്നവർക്കായി മിദ്യാന്യ കച്ചവടക്കാരുടെ നടുവിൽ പാവത്തിനെ കൊല തൂക്കുന്നത് പോലെ തൂക്കി. അനുഗ്രഹമില്ല. 3ാമത് അവനെവിടെ? പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ. നല്ല ഭവനമായിരുന്നു. ആന്റി നല്ല ആന്റി നല്ല ആന്റി ആയിരുന്നു. സ്വോത്രം. യോസഫിന് സാംസങ് മൊബൈലും കൊടുത്തു. അല്പകാലം കുഴിമന്തി, നെയ്യാറ്റിക്കര വിസ്മയെന്ന് നല്ല കോഴി പൊരിച്ചതും കൊടുത്തു. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരായിരുന്നെ ആന്റിയോട് ഹല്ലേലൂയ ഹോസന്ന ഇങ്ങനെ പാടി നിന്നേനെ. മനസ്സിലാകുന്നവർക്കായി. യോസഫിന് പിടികിട്ടി ഈ ആന്റിയോടുകൂടെ നിന്നാൽ രക്ഷയില്ല. യോസഫ് മതിലിയാടി പേശി ആന്റിയുടെ കയ്യിലുമായി. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ടാണ് കേസ് ഉണ്ടായത്. യോസഫ് വിചാരിച്ച് ഇവിടുന്ന് ചാടിയാലും വേണ്ടിയല്ല രാമേന്ദ്രൻസിന്ന് ഒരു കയ്യിൽ മേടിക്കാം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അങ്ങനെ യോസഫ് ചാടിയത്. 4ാമത് അവൻ എവിടെ ചെന്നെന്നറിയാമോ? കാരാഗ്രഹത്തിൽ ആരാ? തടവുകാരോടൊപ്പം. 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 ഇവിടെ പൊത്തിപ്പേറിന്റെ ഭവനം, 4 കാരാഗ്രഹം. ഇന്ന് നെയ്യാറ്റിൻകര എങ്ങാണ് വാഗ്ദത്തം എടുത്താൽ 1 ആക്റ്റീവ, 2 ഇനോവ, 3 ഫ്ലാറ്റ്, 4 കാനഡ. സന്തോഷമില്ലല്ലോ സ്വോത്രം. தப்பான ஊழியக்கார் இங்கே வந்தில்லையும் வேண்டிய ஆயபாசந்த சிநேகிதனார். இந்த மாதிரி தப்பான ஊழியக்கார் இந்த நாட்களிலே வருவது தமிழ்நாட்டிலும் வந்திருக்குது. இந்த நாள்களில் நான் செய்தியை கொடுக்க நாகர்கோவில் போயப்போ ஒரு அப்பா என்கிட்ட பேசுகிறது, ஐயா கேரளாவின் ஒரு ஊழியக்காரன் வந்து எல்லாரும் பேரே கூப்பிடுது. சோத்திரம் பேரு விളിയാന്ന്. சோத்திரம் കേട്ടോണ ഉപദേശിമാർ. സ്വോത്രം. നെയ്യാറ്റിക്കര ഇതിൻ്റെ ഒരു വിളനിലവാ. സ്വോത്രം. പണ്ട് ഇവിടെ ചാടി ഒരുത്തനുണ്ടായിരുന്നു. ചമലിനറിയാം. കണ്ണൂർ ലുട്ടാപ്പി. സന്തോഷമില്ലല്ലോ. എൻ്റെ കയ്യെ പിടിച്ച് നടന്നവനെ. സ്വോത്രം. അതുപോലെ நாகர்கோவில் நான் அருமையான செய்தி கூட்டத்துக்கு போயപ്പോൾ அங்கே ஒரு தலைமை போதகர் என்கிட்ட பேசியிருக்குது, ஊழியக்காரா இங்கே வந்த ஒரு கேரளக்காரன் எல்லாவருடைய பேரே സ്റ്റേജിക്കുള്ള കൂപ്പിട്ട് 50 വർഷമായി ചൂച്ചേട്ടൻ പ്രസംഗിത് അപ്പച്ചനും തോമാച്ചനും അറിയത്തില്ല. സ്വോത്രം. കേരളത്തിൽ നിന്ന് വന്നവൻ പടപട പേര് പറയുന്നു. സ്വോത്രം. അപ്പച്ചൻ അവസാനം നല്ല ബുദ്ധിയായിരുന്നു. അപ്പച്ചന്മാർക്ക് നല്ല ബുദ്ധിയാണ്. அவன் கூட ஒரு டிரைவர் வந்திருக்குது. മനസ്സിലാകുന്നവർക്കായി. അവൻ ഗേറ്റുക്കുള്ള ബുക്ക് സ്റ്റാൾ പക്കം இருக்குது. വരുമ്പോറെ കരങ്കൂപ്പി, ஐயா வணக்கம், எங்க பேரெங்க இருக்குன்னு எங்க நின்று வந்திருக்குது. മനസ്സിലാകുന്നവർക്കായി. ഇതെല്ലാം അവൻ നോട്ട് ചെയ്ത് മൊബൈലിനകത്ത് കുഞ്ഞമ്മാമ അവറാച്ചനെ വാട്സപ്പ് അടിക്കുന്ന പോലെ സ്റ്റേജിനകത്തോട്ട് വിട്ടുകൊടുത്തു. സ്വോത്രം. அங்கே ஸ்டேஜின் என்ன அருமையான ஊழியக்காரன் மறந்து மார்த்தாண்டத்துக்கு வல்சவ சிஸ்டர் வந்திருக்குது. சந்தோஷம் கிடையாது. தோவாள இந்த சின்னம்மா சிஸ்டர் வந்திருக்குது. சாயங்குடியின் தம்பி அண்ணன் வந்திருக்குது. தடிக்காரு கோணத்தின் சோமச்சேட்டம் வந்திருக்குது. எத்தனை நல்லது. മനസ്സിലാകുന്നവർക്കായി. இந்த மாதிரி தப்பான ஊழியக்காரர் இந்த நாள்களில் நாகர்கோவிலில் சென்றிருக்குது. அவிடுத்த ஊழியக்காரன் இனிமேல் எங்கே வரக்கூடாது, பெட்டன்னு தலம் விட்டோலாம். മനസ്സിലാകുന്നവർക്കായി. சோத்திரம். அது மாதிரி இந்த மாதிரி பேசுகிறது தப்பான ஊழியக்கார் தமிழ் மக்கள் இங்கே இருக்குது. அதுக்கு தான் நான் பேசுகிறது. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ ആദ്യം കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും. 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അപമാനിതനായി വാഗ്ദത്തം ഏറ്റെടുത്തോണം. 4 അവൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. യോസഫിന്റെ പിന്നിൽ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്നത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ തൊഴിലാളികളല്ല, അന്തപുരത്തിനകത്തിരിക്കുന്നവനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവരുക. സ്വർഗത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കണം. വാഗ്ദത്തം
വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിൽ കടന്നാൽ, വാഗ്ദത്തമുള്ളവൻ അടിമച്ചന്തയിൽ കടന്നാൽ, വാഗ്ദത്തമുള്ളവൻ പൊത്തിപേരുടെ ഭവനത്തിൽ അപമാനിതനായാലും, കാരാഗ്രഹത്തിനകത്ത് കടന്നാൽ, ഇന്ന് രാത്രി പറയണം, നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. നീ പുറത്തു വരത്തില്ലെന്ന് ലോകം പറയും, നാട്ടുകാർ പറയും നീ പുറത്തു വരത്തില്ലെന്ന്. നിന്റെ ബന്ധുക്കൾ നിന്റെ മരണം കാണാൻ കാത്തിരിക്കും, നിന്റെ ചേട്ടന്മാർ നിന്റെ ഓഹരി തട്ടാൻ കാത്തിരിക്കും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവ, എന്റെ പരാജയം കാണാനിരുന്നവരുടെ നടുവിൽ മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയാക്കുക. സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ ശബ്ദരാധികജാന ബൗഡാരവ ശന്തുരെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെ അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തുന്ന യേശുവിന്റെ നാമം ഈ പണ്ടിക കൂട്ടത്തിൽ കടസി നാളിൽ വെളിപ്പെടുമ്പോൾ ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, നീ പുറത്തു വരത്തില്ലെന്ന് മന്ത്രവാദി രേഖ എഴുതിയാലും, ആരാധിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുക, സ്തുതിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുക, അന്യഭാഷ ഉയർത്തുന്നവനെ പുറത്തു കൊണ്ടുവരുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. Something is happened in this moment. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മന്ത്രവാദി എഴുതിയ രേഖകൾ, ദുഷ്ട പിശാച് എഴുതിയ രേഖകൾ ഇന്ന് രാത്രി നിനക്കെതിരെ, ഓ ഹല്ലേലൂയ, ദുഷ്ട പിശാച് എഴുതി വെച്ച പോരുകൾ മാറ്റുക. യോസഫിനെ ഉയർത്തിയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാ. കരം ഉയർത്തുന്നവർക്കായി ആന്റി കരം ഉയർത്തിയാട്ട് ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാര ഇന്ന് രാത്രി കരമുയർത്ത് കണ്ണുനീരിന് ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്ന് ഞാൻ പൊട്ടക്കിണറ്റിലല്ല, എന്ന് ഞാൻ അടിമച്ചന്തയിലല്ല, എന്നെ വിളിച്ച ദൈവം വിശ്വസന. ഇതിന്റെ നടുവിൽ യോസഫിനെ ഉയർത്തുക. ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ആ കരം തളർന്ന കരമല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിന്റെ വിടുതലിന്റെ താക്കോൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് കൈമാറുകയാ. പട്ടണത്തിനകത്ത് ഇന്ന് രാത്രി വാലായിട്ടല്ല, തലയായിട്ട് ഉയർത്തുന്ന ദൈവത്തിന്റെ കരം ഈ രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാ. പട്ടണങ്ങളെ പിടിച്ചടക്കുക, രാജ്യങ്ങളെ നേടുക. ഇന്ന് രാത്രി തൊഴിക്കൽ ഗ്രൗണ്ടിൽ നിന്ന് ഒരു അഭിഷേകത്തിന്റെ കരം ഇറങ്ങി വരുന്ന രാത്രിയാ. അഭിഷേകം അടിമ ദുഃഖങ്ങളെ തകർക്കാൻ പോകുന്ന രാത്രിയാ. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ഇന്ന് രാത്രി കോട്ട കാത്തുകൊള്ളുക. വചനം ഏറ്റെടുക്കുന്നവർക്കായി പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അവൻ മിന്നൽ പിണറിനെ അയക്കുന്ന രാത്രിയാ. നിന്റെ ശരീരം തലിച്ചു തുടങ്ങട്ടെ. ആത്മാവിൽ ദൂത് ഏറ്റെടുത്താട്ടെ. എന്ന് ഞാൻ അപമാനിതനായി ഇരിക്കാനല്ല, ചേട്ടന്മാരുടെ നടുവിൽ മാനിക്കുന്ന ദൈവ, എന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന മന്ത്രവാദിയുടെ മുൻപ് എന്റെ തലകളെ ഉയർത്തുക. കാട്ടുപോത്തിന്റെ തലകളെ ഉയർത്തുന്ന കൊമ്പിന്റെ കരം ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന രാത്രിയാ. നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാ. അടിമതുകങ്ങൾ തകരുന്ന രാത്രിയാ. നീ തൊടുമ്പോൾ അത്ഭുത രോഗശാന്തി പടരുക. നീ തൊടുമ്പോൾ ക്യാൻസർ രോഗികൾ സൗഖ്യമാകുക. നീ തൊടുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുക. ഇന്ന് രാത്രി ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാൻ ഒരു അമിത ബലം വെച്ചിരിക്കുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ചലിച്ചു തുടങ്ങിയാട്ടെ. ഒരു അഭിഷേകത്തിന്റെ കൃപ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു വർഷം ഓടുവാനുള്ള കൃപ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഹോളി സ്പിരിറ്റിന്റെ പവർ യേശുവിന്റെ നാമത്തിൽ അത് ചലിക്കട്ടെ, അത് ചലിക്കട്ടെ, അത് ചലിക്കട്ടെ. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്. യേശുവിന്റെ രക്തം ജയം. രാത്രി കാരാഗ്രഹത്തിന് അവൻ കടക്കുമ്പോൾ ഓർക്കണ്ടവർ ഓർത്തില്ല, പക്ഷെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബ്രദർ സിസ്റ്റർ, അവൻ അറിയാതെ പറവോന്റെ കൊട്ടാരത്തിൽ ദൈവം ഒരു ചെയർ ഒരുക്കി, അവൻ്റെ കാലിലിടാൻ ഒരു സ്വർണ്ണ സരിപ്പള ഒരുക്കി. ഇന്ന് രാത്രി ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ മതിൽ കെട്ടിയാലും, യോസഫേ, നീ ഫലപ്രദമായൊരു മുന്തിരി വള്ളിയെങ്കിൽ നാട്ടുകാർ നിനക്ക് കെട്ടുന്ന വേലിക്കകത്തുകൂടെ നിന്നെ ഉയർത്തുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എൻ്റെ ദൈവം വിശ്വസ്തന. അതുകൊണ്ട് പ്രോമിസുകൾ മാറുന്നില്ല,
വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ഡൊമീഷ്യനും കഴിയത്തില്ല. അവസാനം അവനെ നാട് കടത്തുന്നു. ഇന്നത്തെ ഗ്രീസിന്റെ തലസ്ഥാനം ഏതൻസ്. 60 മൈൽ നീളത്തിൽ ഒരു നദി ഒഴുകുന്നു, തേംസ് നദി. അതിന്റെ 16 നീളം 10 കിലോമീറ്റർ വീതിയ പത്മോസ്. 6 മാസത്തിൽ ഒരിക്കൽ യുദ്ധക്കുറ്റവാളികൾ നാട് കടത്തുന്ന സ്ഥലം. ആ സ്ഥലത്തേക്ക് വയോധികനായ യോഹന്നാനെ നാട് കടത്തുന്നു. യോഹന്നാൻ അവിടെ ചെന്ന് വീഴുന്നു. കണ്ടത് 5 കാഴ്ച. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യന് കൊത്തിപ്പറിക്കുവാൻ നിൽക്കുന്ന കഴുകൻ, വന്നവരുടെ മാംസക്കഷങ്ങൾ വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം. അത് കഴിഞ്ഞ ശേഷം പാറക്കൂട്ടം. വയോധികൻ വിചാരിച്ചു ഞാനിവിടെ അസ്തമിക്കാൻ പോകുക. എന്നാൽ കാൽവരി ദർശനം കണ്ട് അപ്പച്ച അമ്മച്ചി എന്ന് നമ്മുടെ പുൽപ്പായിൽ ആ കണ്ണുനീരിറങ്ങി വരും. അന്ന് സ്വർഗത്തിൻ്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. 10,000 വാട്ട്സ് ഇല്ല, തമ്പയറില്ല, കീബോർഡില്ല, ഓർഗനില്ല, കൈയടിക്കുന്ന കുഞ്ഞുങ്ങളില്ല. ഒന്നുണ്ട്, കണ്ണുനീർ. കരമുയർത്തുന്നവർക്ക് പത്മോസിനകത്ത് അവൻ്റെ കണ്ണുനീർ വീണപ്പോൾ സ്വർഗം തുറന്ന് സാമുവൽ പാസ്റ്റർ ടുഡേ ദ വർഷിപ്പ് ഈസ് ഓൺ ഗോയിങ്. സാമുവൽ പാസ്റ്റർ ഈസ് സേയിങ് ദാറ്റ് അവങ്കിലേക്ക് നോക്കിയ മക്കൾ തൊഴിക്കലിൽ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സ്വർഗം തുറക്കുന്ന കാഴ്ച വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കിൽ ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടി അന്തിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുകളിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ്. 7 നക്ഷത്രമാകുന്ന സഭയെ വലം കൈയിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോലൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവനെന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്. ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം ആ മറന്നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട്. രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോക്കാലിപ്സ്. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 അനന്തര സ്വർഗത്തിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ യഹൂദന്റെ നിലവിളി. ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നു. 12 ആൺകുട്ടി സിംഹാസനം. 13 പിശാചിന്റെ തൃത്വത്വം. 14 സിയോൻ മലയിലെ കുഞ്ഞാട്. 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ. 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ. 17 വരുമ്പോൾ ഇറാഖാകുന്ന ബാബിലോൺ. 18 വ്യാപാര ബാബിലോൺ. 19 കുഞ്ഞാടിന്റെ കല്യാണം. 20 അന്തിമയുദ്ധം കർമ്മകഥകൾ. 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. 22 ഇതാ ഞാൻ വേഗം വരുന്നു. തൊഴുക്കൽ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിമാൻ സഭയിൽ കരയട്ടെ, വിശുദ്ധൻ നിലവിളിക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി 7 സഭ: എഫെസോസ്, സ്മർണ്ണ, തുദയൂര, പെർഗമോസ്, സർദീസ്, ലവോദിക്ക. അതിൽ അവസാന സഭ ഫിലാഡൽഫിയ സഭ. ഫിലാഡൽഫിയ സഭയ്ക്ക് സ്വർഗം സംസാരിക്കുന്നതാ സഹിഷ്ണുതയുടെ. നിന്റെ സഭയിൽ 10,000 പേരുമില്ല, കൂടുതൽ ആളുകളും ഒന്നുമില്ല. ഒന്നുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും ദൈവസഭയെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരുമെടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. അങ്ങനെയെങ്കിൽ എന്താ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കഷ്ടകാലം? ഇന്ന് രാത്രി എല്ലാവരും കേട്ടോണം. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി. അവർ മടങ്ങി വന്നു, അത്തി തളർത്തു. 22,700 കിലോമീറ്റർ. ഇന്നലെ ഞാൻ പറഞ്ഞു ഇസ്രയേൽ. 6,750 പലസ്തീൻ. 271 ഗാസ. അതിൻ്റെ തൊട്ട് നടുക്കൊരു സ്ഥലമുണ്ട് ജെറുസലേം. ജെറുസലേമിൻ്റെ പ്രത്യേകത എല്ലാവരും നോട്ട് ചെയ്യണം. 15 കാര്യങ്ങളാണ് ജെറുസലേമിൻ്റെ പ്രത്യേകത. 1 ദാവീദിൻ്റെ പട്ടണം. 2 3 മതങ്ങളുടെ സംഗമഭൂമി. ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. 3-മത്തത് വിശുദ്ധ നാടെന്ന് ലോകം വിശേഷിപ്പിക്കുന്നു. 4-മത്തെ കാര്യം യെരുശലേമിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. മക്ക മദീന കഴിഞ്ഞാൽ ഇസ്ലാം സഹോദരങ്ങളുടെ അൽ-അഖ്സ മസ്ജിദ് അവിടെയാണെന്ന് അവർ ഇപ്പോഴും ഉണ്ട്, മസ്ജിദും ഉണ്ട്. 5 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തത് ഡോം ഓഫ് ദ റോക്കും ഈ കോമ്പൗണ്ടിലാന്ന് പറയുന്നു. 6 യഹൂദനോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണം ഇവിടെ. 7 കിദ്രോൻ തോട് കടന്നത് ഇവിടെ. 8 അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ ഇവിടെ. 9 യേശുവിന് തൈലലേപനം ചെയ്തത് ഈ യെരുശലേമിൽ വെച്ച്. 10-മത്തെ സംഭവമായി ഏറ്റവും നിർണായകമായ ഒരു കാര്യം, യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചയുടെ കല്ലറ ഇവിടെ. 11 മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാർക്ക് സമാധാനം കൊടുത്തു യെരുശലേമിൽ. 12 ലോകത്തിൽ ഏറ്റവും നിർണായകമായി 60 പ്രാവശ്യം യുദ്ധമുഖത്തിൽ നിന്ന സ്ഥലമാ യെരുശലേം. 13 43 പ്രാവശ്യം ജനങ്ങൾ ഓടിപ്പോയി. 14 നിർണായകമായ അടുത്ത സംഭവം 26 പ്രാവശ്യം മുറിവേറ്റു. 15
യഹൂദൻ ചത്താലും ഈ സ്ഥലം കൊടുക്കത്തില്ല. യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു ചെറുപ്പക്കാരനുണ്ട്, അവൻ്റെ പേര് തിയോഡർ ഹെർസൻ. അവൻ്റെ കല്ലറയും യെരൂശലേമിൽ. അങ്ങനെയെങ്കിൽ ഈ യെരൂശലേമ അന്തിമ വിഷയമായി വരാൻ പോകുന്നത്. എതിർക്രിസ്തു വന്നാൽ ഒന്നേ, ഇന്നലെ ഞാൻ പറഞ്ഞു, അവനൊരു ഒത്തുതീർപ്പ് കൊണ്ടുവരും. ആരുമായിട്ട്? ഇസ്രയേലുമായിട്ട് ആലയം പണിയും. രണ്ടാമതൊരു ഒത്തുതീർപ്പ് വരും, ഇന്നത്തെ പലസ്തീൻ അതോറിറ്റിയുമായിട്ട്. ആലയം പണിഞ്ഞ ബാക്കി ഭാഗം ആർക്ക് കൊടുക്കും? അത് യഹൂദൻ ഒഴിച്ചുള്ള ജാതികൾക്ക് കൊടുക്കാം. അവിടം തൊട്ട ചിന്ത. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രാജംപാസ് ഒരു കാര്യം പറഞ്ഞു, യഹൂദന് വേണ്ടി സമയം കിട്ടും, പക്ഷെ നമ്മുടെ രക്ഷയുടെ ടിക്കറ്റ് ഈ തലമുറയിൽ കൈക്കലാക്കണം. വായിച്ചു തുടങ്ങുന്നു. ഇസ്രയേൽ പലസ്തീൻ സംഘടനം, അല്ലെങ്കിൽ ഇന്നത്തെ ഹമാസ് ഇസ്രയേൽ ഗാസ യുദ്ധം, ഇതിൻ്റെ പരിസമാപ്തി. 1 യഹൂദനാലയം, 2 യെരൂശലേം ആരുടെ കൈകളിൽ. ഇനി സമാധാനത്തോടെ പ്രവചനമാ ബൈബിളിലേക്ക്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഈ ഭാഗങ്ങളൊന്നും ആരും പ്രസംഗിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അമ്മമ്മ വായിച്ച് സഹായിക്കണം. വെളിപ്പാട് 11, 1, 2, 3, 4 വാക്യങ്ങൾ വായിച്ചട്ടെ. മൈക്ക് മോനെ മൈക്ക് കൊടുക്കണേ, നാട്ടുകാർ കേൾക്കുക. മൈക്ക് ഒന്ന് ഓണാക്കി കൊടുത്തേരെ. അമ്മ വായിച്ചോ. മൈക്ക് ഓണാക്കിയോ മോനെ? അമ്മാമ്മ മൈക്ക് ഓണാക്കിയോ? മൈക്ക് അത് ക്ലിയർ ആവുന്നില്ലേ? ശരിയായോ? വായിച്ചോ. കട്ട് ചെയ്യല്ലേ മോനെ. ഓണാക്കിക്കോ. ഇത് കൊടുത്താട്ട് പാസ്, നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയ രക്ഷയില്ലല്ലോ. മൈക്കങ്ങ് കൊടുത്താട്ടെ. പെട്ടെന്ന് കൊടുത്താട്ടെ മോനെ. ഇതൊന്ന് ഓണാക്കിയറേ. എതിർക്രിസ്തു പിന്നെ ദണ്ട് പോലെ. വായിച്ചോ, ഇനി വായിച്ചോ. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ ഇപ്പൊ ക്ലിയർ. എതിർക്രിസ്തുവിന്റെ കയ്യിൽ ഒരു കോൽ കിട്ടി. അടുത്തത് ഈ 671 കിലോമീറ്റർ ഉണ്ട് ജെറുസലേം നഗരം. വായിക്കണം. അടുത്തത് കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയം അത് യഹൂദന് കൊടുക്കും. അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. ആലയത്തിന് പുറത്ത് ജെറുസലേം മാത്രം, ആലയം മാത്രം യഹൂദന് കൊടുക്കും. അടുത്ത വാക്ക്, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം ആർക്ക് കൊടുക്കണം? മാമേ വായിര്. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ. വളരെ ക്ലിയറായി ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ യഹൂദനല്ലാത്ത മുഴുവൻ കൂട്ടത്തിന്റെ പേരെന്തുവാ? ജാതികൾ. സന്തോഷമില്ലല്ലോ. യഹൂദനല്ലാത്ത എല്ലാത്തിൻ്റെ പേര് ജാതികളെന്നാണ്. അപ്പോൾ നമ്മൾ നീ സിറിയൻ, നീ മാർത്തോമ, നീ ഈസിയായി, നീ ഇവാഞ്ചലിക്കർ, ഇതെല്ലാം ഉണ്ടാക്കിയത് ഇവിടുത്തെ ആൾക്കാരാണ്. സന്തോഷമില്ലല്ലോ. ബൈബിളിനകത്ത് യഹൂദനല്ലാത്ത മുഴുവൻ ജാതികളാണ്. സ്വോത്രം. ഈ ജാതികൾ ഹമാസിനും ടീമിനും ഈ സ്ഥലം കിട്ടും. അടുത്ത വാക്ക് വായിക്കണം. വിശുദ്ധ നഗരത്തെ. അതാ ഞാൻ വിശുദ്ധ നാടെന്ന് നിങ്ങളോട് പറഞ്ഞത്. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഞാൻ കൃപായുഗം കൊണ്ട് നിർത്തുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു 4 യുഗമുണ്ട്. ഉപദ്രവം 3.5 വർഷം 42 മാസം, മഹോപദ്രവം വീണ്ടും 42 മാസം, പിന്നെ 1000 ആണ്ട് വാഴ്ച, പിന്നെ നാം ഇവിടെയില്ല. നിത്യ യുഗങ്ങൾ പ്രിയനോട് ചേരും. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. വീതി സ്വച്ഛ അല്പകാലം മാത്രം. മതി. ഇവിടെ പഴയ കുറച്ച് മനുഷ്യരുണ്ടായോണ്ട് പാടി. സന്തോഷമില്ലല്ലോ. ഇന്ന് സ്വച്ഛവും ഇല്ല, സ്പടികവും ഇല്ല, അല്പകാലവും ഒന്നുമില്ല. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പാട്ടൊക്കെ പോയില്ലയോ? സ്വോത്രം. ഇന്നാൾ ശമയിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സൗകര്യനുമാണ്. ഇന്നാൾ നെടുങ്ങാടപ്പള്ളി ഒരു ഭയങ്കര കൺവെൻഷൻ റോഡ് സൈഡിൽ. അന്ന് രാത്രി ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ട് പാടിക്കുമല്ലോ, പിള്ളേരെല്ലാം പാടണമല്ലോ. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. സ്വോത്രം. ചിക്കൻ കാല് കടിച്ച് ഇവിടെ വയ്ക്കുക, പാട്ട് പാടിയെങ്കിലും രക്ഷപ്പെട്ടോണം. സ്വോത്രം. അതുകൊണ്ട് ഞാൻ അന്ന് കുഞ്ഞുങ്ങളെ കൂടെ ഒരു പാട്ട് പാടി. എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമായി. IPC-കാരായിരുന്നു മൊത്തം. ഒരു 80 വയസ്സുള്ള അപ്പച്ചൻ രായംപാസ്റ്റർ യോഗം കഴിഞ്ഞിട്ട് എന്നെ ഒരു കെട്ടിപ്പിടി. ഞാൻ വിചാരിച്ചാൽ തീർന്നെന്ന്. സ്വോത്രം. അപ്പച്ചൻ പറയാടാ കുഞ്ഞെ 30 കൊല്ലമായി പാട്ട് കേട്ടിട്ടെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം.
അപ്പച്ചൻ പറയാ ഒരു കവറും തന്നിട്ടേ വിടുമെന്ന്. സന്തോഷമില്ലല്ലോ ഈ പാട്ട് പാടിയുണ്ട്. സ്വോത്രം. ഇന്ന് നമ്മുടെ നെയ്യാറ്റിൻകരയിലെ പാട്ട് മാറും, ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. സന്തോഷമില്ലല്ലോ. നാളെ നെടുമങ്ങാട് ഒരുത്തൻ പാടിക്കൊണ്ടിരിക്കുക, മാറിൽ ചാരിയിടുവാൻ എല്ലാം മറന്നിടുവാൻ. സ്വോത്രം. 8 പ്രാവശ്യം അവൻ്റെ പാട്ട് ഇതായി, മാറിൽ ചാരിയിടുവാൻ എല്ലാം മറന്നിടുവാൻ. ഞാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞോണം അന്നമ്മ അവറാച്ചാണ്ട് മാറി ചാരി വന്നു കാര്യം പറയാൻ പറഞ്ഞു. സ്വോത്രം. ഇന്നത്തെ പാട്ട് ഇതല്ല ഈ പെന്തിക്കോസുകാരുടെ. സ്വോത്രം. ആ പാട്ടിനൊക്കെ അർത്ഥമുണ്ട്, ആശയം വെച്ചേ പാടാവൂ. സ്വോത്രം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പാടിയത് മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തന ഋഷലയും സ്വസ്ഥം നീതി സ്വച്ഛ സ്ഫടിക സ്വന്ത തുല്യ കർത്താവ് ഒരുക്കിയ മനോഹരമായ പട്ടണം. സ്വോത്രം. അത് 1000 ആണ്ട് വാഴ്ച. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയെങ്കിൽ കൃപായുഗം കഴിഞ്ഞാൽ ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച. ജാതികൾ യെരൂശലേം ചവിട്ടും, വിശുദ്ധ നഗരത്ത് 42 മാസം ചവിട്ടും. അന്ന് യഹൂദന്റെ ഒരു രക്ഷ ഗ്രേസ് മാർക്ക് കൊടുക്കും. വായിക്കാം അടുത്ത വാക്ക് വായിച്ചാട്ടെ. സാക്ഷികൾക്കും വരം നൽകും. അതാ ഇന്ന് രാജൻ പാസ്റ്റർ പറഞ്ഞത്. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. 2 സാക്ഷികൾക്ക് വരം നൽകും. അവരെത്ര ദിവസം അമ്മാമേ? അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അതാ ഇന്നത്തെ ഫൈബർ നെറ്റിലേക്ക് വരാൻ പോവാ. 1260 ദിവസം അവർ പ്രവചിക്കും. ആർക്ക് വേണ്ടി? യഹൂദന് വേണ്ടി. അവർ ആരൊക്കെ? ഇനി 11, 7, 8, 9, 10, 11, 12 എലോൺ മസ്ക് ഇന്ത്യയിലേക്ക്. എന്തിനു വേണ്ടി? ലോകം ഒരുവന്റെ കയ്യിലേക്ക്. അമ്മാമ വായിക്കണം. ആരാണ് ഈ 2 സാക്ഷികൾ? 11, 7, 8, 9, 10, 11, 12 വായിച്ചു തുടങ്ങിക്കോ. തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, അത് നമ്മുടെ സാക്ഷ്യമല്ല, യഹൂദന് വേണ്ടിയുള്ള സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. ഈ 2 സാക്ഷികളെയും കൊല്ലും. ഇവിടെ നോക്കിക്കോണേ, പലരും പറയുന്നുണ്ട് ആരായി 2 സാക്ഷികൾ? ഒരു സാക്ഷി ഏലിയാവ. ഇന്നലെ ഞാൻ പറഞ്ഞു 2 രാജാക്കന്മാർ 2:11 യോർദാന്റെ അക്കരെ ഏലിയാവ് ചെന്നപ്പോൾ അഗ്നിരഥങ്ങളും അഗ്നിവേശങ്ങളും വന്ന് അവൻ പോയി. മനസ്സിലാക്കണം, അതാ ഒരു സാക്ഷി. 2 ഇന്നത്തെ സുവിശേഷ കോളത്തിൽ 2 കാര്യം പറയുന്നു. ഒന്ന് മോശയാണെന്ന് പറയുന്നു. മോനെ സംസാരിക്കരുത്, അല്ലേ തന്നെ രാവിലെ 2 മണിക്കൂർ പ്രസംഗിച്ച് എൻ്റെ ചങ്ക് കയറിയിരിക്കുക. സ്വോത്രം. നിന്നെ ഞാൻ വിളിച്ച് 119 സങ്കീർത്തനം ഇവിടെ നിർത്തി വായിക്കുകയും ഞാൻ ചായ കുടിക്കുകയും ചെയ്യും. മനസ്സിലാകുന്നതിനാ. സ്വോത്രം. മിണ്ടാതിരുന്ന അവസാനം ചോക്ലേറ്റ് തരാം. മര്യാദയ്ക്കിരിക്കും. സ്വോത്രം. അങ്ങനെയെങ്കിൽ കേട്ടോണം, ബാക്കിയൂടെ മനസ്സിലാക്കി തരാം. അതിൽ ചിലർ പറയുന്ന മോശയാന്ന്. ബൈബിൾ പഠിതാക്കളുടെ ഇടയ്ക്ക് ഒരു തർക്കമുണ്ട്. മോശ ഇസ്രയേൽ പാളയത്തെ വഴി നടത്തിയവനാണ്. മോശ കയ്യിലിരുന്ന വടിയെടുത്ത് പാറയെ അടിച്ചു. ആത്മീയ പാറ ക്രിസ്തു. മോശ കനാൻ കണ്ടില്ല. പിസ്ക കൊടുമുടിയിൽ കൊണ്ടുവന്ന് മോശയെ കനാൻ കാണിച്ചു. അതിനുശേഷം മോശ മരിച്ചടക്കപ്പെട്ടു. അദ്ദേഹം അടക്കപ്പെട്ടത് ബേത്ത് പെരിയോറിൻ്റെ താഴ്വരയിലാണ്. ഇന്ന് ഒരു കുഞ്ഞുങ്ങളെയും മോശയുടെ കല്ലറ കണ്ടിട്ടില്ല. കല്ലറ കാണാതിരിക്കാൻ കാര്യം എന്താ പറഞ്ഞാൽ 40 വർഷം പാളയത്തെ നടത്തിയ പുരോഹിതനാ മോശ, അല്ലെങ്കിൽ പ്രവാചകനാ. അവൻ്റെ ശവശരീരം കിട്ടിയാൽ പിന്നെ വിഷമിക്കണ്ടല്ലോ. നമ്മൾ ഇവിടം തൊട്ട് അവിടം വരെ കപ്പേള പണിയും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി നെയ്യാറ്റിൻകര മുതൽ കുരിശുമല വരെ കപ്പേള പണിയുന്നത് പോലെ പണിയും. അതുകൊണ്ട് സ്വർഗം എന്ത് ചെയ്തു? മോശയുടെ ശവശരീരം ഇസ്രയേലിൻ്റെ പാളയത്തിൽ കൊടുത്തില്ല. മോശയുടെ ശവശരീരത്തോട് ആരാ? പിശാച് ബാധിച്ചെന്നാ. അപ്പം മീക്കായേൽ പറഞ്ഞു മിണ്ടിപ്പോകരുതെന്ന്. പക്ഷേ മോശയെ ദൈവം കൈവിട്ടോ? ഇല്ല. ദൈവത്തിൻ്റെ കരുണ മറുരൂപമല. മിണ്ടുന്നില്ലല്ലോ ആരും. യേശുവും ശിഷ്യന്മാരും പത്രോസും യാക്കോബും യോഹന്നാനും യേശുവുമായി സമ്മതിക്കുന്നു മറുരൂപമലയിൽ. അപ്പോൾ ഉണ്ടടാ 2 പേര് വരുന്നു. ഒന്ന് ഏലിയാവ്, മരണം കാണാതെ എടുക്കപ്പെട്ടവൻ. 2 മരിച്ചടക്കപ്പെട്ട മോശ. അവിടെ വെച്ച് ഒരു കാര്യം ഇങ്ങനെ പറയുന്നു. എന്താ? ഗുരു, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. 1 നിനക്കും, 2 ഏലിയാവിനും, 3 മോശയ്ക്കും. കരമുയർത്തുന്നവർക്കായി. ഇതിന്റെ പേരാ മരണാനന്തര ജീവിതം. മനസ്സിലാക്കണം. സ്വോത്രം. അങ്ങനെയെങ്കിൽ ചില പഠിതാക്കൾ പറയുന്ന മോശയാ, 1 ഏലിയാവ്. ചിലർ പറയുന്നത് കാനോക്ക്. ആരായിക്കോട്ടെ, ഇതിൽ 2 പേർ യഹൂദന്റെ സാക്ഷ്യത്തിന് വേണ്ടി വരും. എന്താ? യഹൂദനോട് കരുണ കാണിക്കും. അതാ രാജപാസ് പറഞ്ഞ് നമ്മൾ കാകളത്തെങ്കിൽ എടുക്കപ്പെടണം. അതിൻ്റെ പേരാ ഗ്രേസ് പീരീഡ്. യഹൂദന്റെ സാക്ഷ്യത്തിന് വേണ്ടി പറയാം. പണ്ടത്തെ SSLC കേട്ടോണേ, പണ്ടത്തെ SSLC നെയ്യാറ്റിൻകര പിള്ളേർ പരീക്ഷ എഴുതും. എല്ലാ വിഷയവും കൂടെ കണക്കുമ്പോൾ 201 മാർക്ക്. അപ്പോൾ ആ പരീക്ഷയുടെ സ്കൂട്ടണി ഉണ്ട്. സ്കൂട്ടണിയോട് മാർക്ക് വെക്കുന്ന സാറ് പറയും, തമ്പിക്കുഞ്ഞിന് 201 മാർക്കുണ്ട്, 9 കൂടെ ഇട്ടാൽ അവ ഇപ്രാവശ്യം ജയിച്ചു പോകും.
അതിൻ്റെ പേരാ മോഡറേഷൻ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. 210 പണ്ട് SLCക്ക് ജയിക്കാൻ, കേട്ടിട്ട് പോലുമില്ല, സ്വോത്രം. അപ്പോൾ സ്കൂട്ടണി രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് നല്ല സ്നേഹത്തിൽ വന്നത്, സ്കൂട്ടണി തല എറിഞ്ഞുകൊണ്ട് പറയും, തമ്പി കുഞ്ഞിന് 8:09. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇപ്രാവശ്യം കര കിടക്കട്ടെ മനസ്സിലാകുന്നവർക്കായി. അതിനായി മോഡറേഷൻ. അത് നമ്മക്കല്ല, യഹൂദന് വേണ്ടി 2 സാക്ഷികളെ അയക്കും. അതിനെ ആര് കൊല്ലും? ആഴത്തിൽ നിന്ന് കടന്നു വരുന്ന മൃഗം ഇതിനെ കൊല്ലും. എതിർ ക്രിസ്തു ഈ 2 പേരെയും കൊല്ലും. 5G ഇന്റർനെറ്റിലേക്ക്, 9Gയിലേക്ക്. അടുത്തത് അവരുടെ ജഡം. വായിച്ചാട്ടമ്മേ. അടുത്തത് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും. അവിടെ നിൽക്കട്ടെ. ഇന്ന് രാവിലെ കാൽവറി പറഞ്ഞു, ഇന്ന് അവസാനം കാൽവറിയാ പാടുന്നത്. കേട്ടോണേ. യേശുക്രിസ്തു ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, കാൽവറി മലയിൽ അവൻ പരമയാഗമായി. ആ സ്ഥലം ഇന്ന് എന്തോ ആയി? ഇന്ന് സോദോമ്യ പാപിമായി. അതിൻ്റെ പേരാ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളരുതാത്ത ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പേര് ലെസ്ബിയൻ ഗായ്. അവരുടെ തലസ്ഥാനമായ ഇന്നത്തെ ടെല്ലവീവ്. അവരെ വിളിക്കുന്ന പേര് LGBTQ. നോട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ മൊബൈലിൽ കിടപ്പുണ്ട്, പറയാൻ ബുദ്ധിമുട്ട്. 2017 ഗായ് പരേഡ് ഇസ്രായേൽ. നിങ്ങളുടെ മൊബൈൽ അടിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോ. ഉടുതുണിയില്ലാതെ സ്ത്രീയും പുരുഷനും നടക്കുന്ന ഇന്നത്തെ യെറൂശലേം. അതാ ലോത്തിന്റെ കാലം. അത് കഴിഞ്ഞ് 2022 നിങ്ങൾ മനസ്സിലാക്കണം, വീണ്ടും പരേഡ്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. 2021 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് കയറിയപ്പം ഇത്രയും പേര് മരിക്കാനൊരു കാര്യമുണ്ട്. ഇസ്രായേലിലെ ബോർഡർ അഷ്കലോൺ. അവിടെ കടപ്പുറത്ത് രാത്രി നിശാ പാർട്ടി. മനസ്സിലാകുന്നവർക്കായി പൂവാറി മഹീന്ദ്ര നടക്കുന്ന പോലെ നിശാ പാർട്ടി. അതിൽ കിട്ടിയവന്മാരെല്ലാം ഹമാസുകാർ തട്ടി. അതിൽ ചാടിയ ഒരു പെങ്കൊച്ചിനെയാണ് നിങ്ങളുടെ മൊബൈലിൽ കണ്ടത്. അവളെ കയ്യും കാലും കെട്ടി ജീപ്പിനകത്ത് വലിച്ചടയ്ക്കുന്ന കാഴ്ച. ആ നാടിനെ പറ്റി എന്നാൾ എല്ലാവരും പറയുന്ന വിശുദ്ധ നാടാണ്. സന്തോഷമില്ലല്ലോ, അവിടെ ഒരു വിശുദ്ധിയില്ല. തിരുവനന്തപുരത്ത് 5 ഹോട്ടലേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ടെല്ലവീവ് എന്ന് പറഞ്ഞ പാസ്റ്റർ 97 സ്റ്റാർ ഹോട്ടലാണ് ഇന്ന് ടെല്ലവീവിലുള്ളത്. നെയ്യാറ്റിൻകര 11 മണിക്ക് അടയ്ക്കും. അവിടെ ഫുൾ ടൈം കുപ്പി കിട്ടുമെന്ന്, സ്വോത്രം. അതിനെപ്പറ്റി ആൾക്കാർ പറയുന്ന വിശുദ്ധ നാട് പോയി. അതാ സോദോം. LGBTQ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്ന് പറയുന്ന തെരുവീതിയിൽ ഈ 2 പേരുടെ ജഡം അവിടെ കടക്കും. അന്ത്യകാലം. ഇനി അടുത്തത് ക്ലിയറായി. 9G ലോകത്തിൽ വരാൻ പോകുന്നു. വായിക്കാം. അവരുടെ കർത്താവ് സകല വംശക്കാരും ഗോത്രക്കാരും സകല ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവിടെ ശവം 3 ദിവസം കാണും. അവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് നെയ്യാറ്റിൻകര ഇസ്രായേലിലേക്ക് എത്ര ദൂരമുണ്ട്? 6000 കിലോമീറ്റർ ഉണ്ട്. 6000 കിലോമീറ്റർ. ഇന്നത്തെ കർത്താവ് ക്രൂശിക്കപ്പെട്ട യെരുശലേം തെരുവീതിയിൽ 2 ജഡം അവിടെ കിടക്കുന്നത് നെയ്യാറ്റിൻകരയിൽ ടെലിവിഷനിൽ കാണാമെങ്കിൽ ഒരു വല വരണം. ഏതാ വല? സിസിലി ചേച്ചി കിണറ്റിയിടുന്ന വലയല്ല. ആ വലയുടെ പേര് ഇന്റർനെറ്റ്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ. യെരുശലേം തെരുവീതിയിൽ കിടക്കുന്ന ജഡം നെയ്യാറ്റിൻകരയിൽ കാണണമെങ്കിൽ ഇവിടെ ഇന്റർനെറ്റ് വരണം. അവിടെ നിൽക്കട്ടെ. എന്താ ഇന്റർനെറ്റ്? 1G 2G 3G 4G 5G. ഇപ്പം എലോൺ മസ്ക് അവൻ ആരാ? ട്രംപിന്റെ വലങ്കൈ. അവനൊരു യഹൂദന. 2016 ഇസ്രയേലിൽ സൗത്ത് ആഫ്രിക്കയിൽ ബിസിനസ് വഴി അമേരിക്ക കയറി. കഴിഞ്ഞ 10 വർഷമായി അമേരിക്ക കയ്യിലാക്കിയവനാ എലോൺ മസ്ക്. അവസാനം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവനാ ഇന്നത്തെ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. ഇനി അജി ബ്രദറിന്റെ പെട്ടിയിലോട്ട് നോക്കണം മനസ്സിലാകുന്നവർക്കായി. ബാക്കിയൂടെ പറഞ്ഞുതരാം. ഇന്ന് അവൻ 2 സാറ്റലൈറ്റിനെ എടുത്തു. 1 റിലയൻസ് ജിയോ, 2 തമിഴ്നാട്ടിലെ എയർടെൽ. ആരുടെ കയ്യിൽ? എലോൺ മസ്കിന്റെ കയ്യിൽ. മനസ്സിലാകുന്നവർക്കായി. ഏറെ വർഷങ്ങളായി ഇവിടെ അനവധി ദൈവദാസന്മാരുണ്ട്. പണ്ട് ലൈവ് കൊടുക്കാൻ ഒരു ക്യാമറ, ഒരു കമ്പ്യൂട്ടർ, പുറത്തൊരു വാൻ. സന്തോഷമില്ലല്ലോ, ലൈവിന്റെ വാൻ. അന്തക്കാലം മുടിഞ്ചാച്ച്. ഇന്ന് നമ്മുടെ സഹോദരൻ അജി ബ്രദർ വന്ന് ഒരു ക്യാമറ, ഒരു പെട്ടി, ഒരു കമ്പ്യൂട്ടർ. കീ കൂക്കു. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ദാണ്ട നെയ്യാറ്റിൻകര തൊഴിക്കലിൽ നടക്കുന്ന സംഭവം അമേരിക്കയില് ടെക്സാസിലിരുന്ന് കാണാം. കയറും വേണ്ട, വയറും വേണ്ട, വാനും വേണ്ട, ഒന്നും വേണ്ട. സന്തോഷമില്ലല്ലോ. ഒരു ചുമന്ന വയറ് പുറത്തോട്ട് പോയിട്ടുണ്ട്. ഒരു കുഞ്ഞം പെട്ടി. ആ പെട്ടിയുടെ പേരാ റിലയൻസിന്റെ ഫൈബർ നെറ്റ്വർക്ക്. കയറും വേണ്ട, വയറും വേണ്ട. ഇത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ കുട്ടിക്കാനം, ഏലപ്പാറ
അവിടെ തൊഴിലാളികളുടെ ഇടയ്ക്ക് പ്രസംഗിക്കാൻ പോയി. ഒരു കൊച്ചു പയ്യൻ, ഒരു വാലിബൻ, ഒരു സൂട്ട് കേസുമായിട്ട് വന്ന് രാംഭാഷേ, ഞാൻ വിചാരിച്ചപ്പോൾ എന്തിനാ വന്നതെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത്രയും വലുതൊന്നുമില്ല. ഒരു കുഞ്ഞൻ ക്യാമറ, അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞൻ ലാപ്ടോപ്പ്, ഒരു UPS-ൻ്റെ പെട്ടി, അവൻ തന്നിട്ട് കറക്കുന്നു. ഞാൻ ചോദിച്ചു, മോനെ ഇതെന്തുവാ? അപ്പം ദാണ്ട ആ ഭിത്തിക്കകത്ത്, ദാണ്ട പുറത്ത് നമ്മുടെ കൺവെൻഷൻ്റെ തൂണിനകത്തൊരു വെള്ളപ്പെട്ടി. എന്നോട് പറയാം റിലയൻസിൻ്റെ പെട്ടിയാണ്. സന്തോഷമില്ലല്ലോ, സ്വത്രം. ഒരു കുഞ്ഞൻ വയറ്. ഞാൻ അവനോട് ചോദിച്ചു എവിടം വരെ കിട്ടും? ഇടുക്കി, കോഴിക്കാന, ഏലപ്പാറ മലയിരിക്കുന്ന കൺവെൻഷൻ 110 രാജ്യങ്ങളിൽ കിട്ടുമെന്ന്. സ്വത്രം. സന്തോഷം ഇല്ലല്ലോ അമ്മാമ്മേ? അതിൻ്റെ പേരാ ലോകം ഒരുവൻ്റെ കയ്യിൽ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ എലോൺ മസ്ക് റിലയൻസിനെ, ജിയോയെയൊക്കെ കയ്യിൽ കൊണ്ടുപോയെങ്കിൽ, എയർടെല്ലിനെയൊക്കെ കയ്യിലെടുത്തെങ്കിൽ ഒരു ഇൻ്റർനെറ്റിൻ്റെ നെറ്റ്വർക്കിലേക്ക് ലോകം വരാറായി. അതല്ലയോ ബൈബിളും സമയവും. ഇന്ന് രാത്രി പണ്ടത്തെ കാര്യം, അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ മരിച്ചത് 3 മാസം കഴിഞ്ഞിട്ട് കപ്പൽ വന്നിട്ട് എവിടെ അറിഞ്ഞെന്നറിയാമോ? ബ്രിട്ടനിൽ അറിഞ്ഞത്. ഇന്ന് അതൊന്നും വേണ്ട. ഒരു ചെറുപ്പക്കാരൻ നെയ്യാറ്റിൻകരയിൽ നിന്നൊരു മൊബൈലിൽ ഒരു പടമെടുത്താൽ ലോക രാജ്യങ്ങളിൽ എത്തുമെങ്കിൽ, ഞങ്ങളുടെ ബൈബിളിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ വയോധികനായ യോഹന്നാനോട് പറഞ്ഞു, യെരൂശലേം തെരുവീതിയിൽ കിടക്കുന്ന ശവം 3.5 ദിവസം ലോക രാജ്യങ്ങൾ കാണുമെങ്കിൽ, ഇന്ന് രാത്രി ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഇന്റർനെറ്റ് ലോകത്തിൽ പ്രസംഗം അതല്ല, അതിനു മുമ്പ് രക്ഷയുടെ ടിക്കറ്റ് കയറിക്കോണം. അടുത്ത വാക്ക് വായിക്കാം. അടുത്തത് അവരുടെ ജഡം കല്ലറയിൽ വയ്പ്പാൻ സമ്മതിക്കയില്ല. എല്ലാവരും ഇത് കേൾക്കണം. കല്ലറ ശവം വെക്കാൻ സമ്മതിക്കത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? പറഞ്ഞു തരാം. യേശുവിനെ കല്ലറ വെച്ച് ഉയർത്തെഴുന്നേറ്റു. ലാസറിന്റെ കല്ലറയിൽ യേശു വന്ന് വിളിച്ചുയർത്തെഴുന്നേറ്റു. നയിന്റെ പട്ടണത്തിലെ വിധവയുടെ മകനെ എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം എതിർ ക്രിസ്തുവിനും പട്ടാളക്കാർക്കും അറിയാം. അതുകൊണ്ട് അവരുടെ ശവം കല്ലറയിൽ വെക്കത്തില്ല. നമ്മുടെ പോലീസുകാർ പാറാവ് നിൽക്കുന്നത് പോലെ അതിന് ചുറ്റും പടയാളികൾ നിൽക്കുമെന്ന്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഈ പ്രവാചകന്മാർ ഇരുവരും ഇസ്രായേൽ ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും. അവിടെ അന്നേരം ഐഡിയ സ്റ്റാർ സിംഗർ മെഗാ ഷോ നെയ്യാറ്റിൻകര സമ്മാനം കൊടുക്കുന്നത് പോലെ സ്വർഗത്തോട് മല്ലിടും. വന്നവന്മാരെ എഴുന്നേൽപ്പിച്ചാട്ട് അവിടെ സ്നാക്സ് എല്ലാം കൊടുക്കും, കേക്കുകളൊക്കെ കൊടുക്കും. അച്ഛന്മാർക്കും തിരുമേനിമാർക്കും കിട്ടിയുള്ള കേക്കെല്ലാം കൊടുത്ത് അവർ സന്തോഷിക്കും. ഭൂവാസികൾ സ്വർഗത്തോട് മറുതലിക്കും. ഇവരുടെ കർത്താവ് എവിടെ? ദാണ്ട് 3.5 ദിവസമായി ചീഞ്ഞഴിയുന്ന ഡെഡ് ബോഡി ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഒരു സംഭവം. അടുത്തത് ഇത് ലോകം മുഴുവൻ കാണും. അതാ 9G ഇന്റർനെറ്റ്. വായിക്കാം. അന്ന് അന്യോന്യ സമ്മാനം കൊടുക്കുക. അടുത്ത വാക്ക് 3.5 ദിവസം കഴിഞ്ഞ ശേഷം 3.5 ദിവസം ഈ ശവത്തിന് നാറ്റം വെക്കും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. അവിടെ നിൽക്കട്ടെ മാമ, ഓടിപ്പോവല്ല്. എവിടാ? 3.5 ദിവസം കഴിഞ്ഞപ്പം സ്വർഗത്തിൽ നിന്ന് ശ്വാസം ഇറങ്ങി. ആരാ നമ്മുടെ ദൈവം? എത്യോപ്യയുടെ മണ്ണിനകത്ത് സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും ആദമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹിയായതുപോലെ ഉയരത്തിലെ ശ്വാസം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവർ 2 പേരും കാലൂന്നി നിൽക്കും. ഇതെല്ലാം ലോകം കാണാൻ പോകുന്നു. ജെറുസലേമിൽ നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാകുന്നവർക്കായി അവരെ കണ്ടവർ ഭയപരവശരായി. ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നു. നമ്മുടെ ബ്രാഞ്ച് സഭ പാറശാല, അവിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ഉടനെ രാംഭാഷ് പറഞ്ഞു, സാറ് നമുക്ക് എല്ലാവരും കൂടെ പോകാം. അമ്മാമ്മേ ഞങ്ങളെല്ലാം കൂടെ അവിടെ ചെന്നു. ചെറുപ്പക്കാരൻ്റെ ശവം ഇങ്ങനെ ബോഡിയിലിരിക്കുക, ഉടനെ പെട്ടിയിലിരിക്കുക. രാംഭാഷ് ഉടനെ പറഞ്ഞു, ഊളിയക്കാരാ കൊഞ്ചം പേസുകരുത്. ഞാനും മൈക്ക് കിട്ടിയല്ലോ. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. മനുഷ്യനോ മരിച്ചാൽ ദ്രവിച്ചു പോകും, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോന്നു. ഇതെല്ലാം പറഞ്ഞൊരു 15 മിനിറ്റ് ആയപ്പം ശവപ്പെട്ടിയിൽ നിന്ന് ശവം ഒന്ന് എഴുന്നേറ്റു. രാജൻ ഭാഷ തൊഴുക്ക്, ഞാൻ ചാത്തന്നൂർ. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം പിടികിട്ടിയോ? ക്ലിയറായി. ഈ ശവ എഴുന്നേറ്റപ്പോൾ അവർ ഭയപരവശരായി. അന്നേരം ഒരു ശബ്ദം നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി കേൾക്കും. വായിച്ചാട്ടെ, ഇതാ പ്രസംഗം. അപ്പോൾ ഇവിടെ കയറി വരുവീൻ ശബ്ദം പറയുന്നത് കേട്ട് അവർ മേഘത്തിൽ. വായിച്ചാട്ടെ മാമേ. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക്
മതി, അത് ലോകം മുഴുവൻ കാണും. എന്നാൽ ആ സംഭവം യെരൂശലേമിൽ നടക്കുന്നതിന് 3.5 കൊല്ലം മുമ്പ് തൊഴിക്കലിൽ മറ്റൊരു ശബ്ദം കേൾക്കും. കരമുയർത്തുന്നവർക്കായി ആ ശബ്ദത്തിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ നിന്ന് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. തീർന്നില്ല. 3 വാക്യം കൂടെ കഴിഞ്ഞ ഇടവേള, പിന്നെ 3 വാക്യം കൂടെ, 3 വാക്യമായതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ നമ്മൾ എത്ര കൊല്ലമായിട്ട് തൊഴിക്ക പ്രസംഗിക്കുന്നു, വഴിദൂര് പ്രസംഗിക്കുന്നു, തൊഴിക്കൽ പ്രസംഗിക്കുന്നു, അത് കഴിഞ്ഞിട്ട് CSI ഗ്രൗണ്ടിൽ പ്രസംഗിക്കുന്നു, അരുവിപ്പുറം പ്രസംഗിക്കുന്നുണ്ട്, പെരുമ്പഴുതൂര് പ്രസംഗിക്കുന്നുണ്ട്. ഈ വഴി മൊത്തവും കിടന്ന് പ്രസംഗിക്കുക. ഇന്നും പല അച്ചായന്മാരും അമ്മമാരും പറയുന്നത് ഇവരെല്ലാം വയറ്റിപ്പഴപ്പിനാന്ന്. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളൊന്ന് പോയാൽ ഇവിടെ എന്ത് നടക്കും? വായിക്കാം. ഒരു കഷ്ടകാലം വരുമോ? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ പിന്നെ 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇന്നലെ 1-ാം മുദ്ര ഇസ്രായേലിന്റെ ആലയം, അതിന്റെ ഒരു ഭാഗമായിരുന്നു ഇന്ന് ഞാൻ തീർത്തത്. 2 ഞാൻ തൊടുന്നില്ല. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇവിടെ ക്ഷാമം വരും. വായിച്ചാട്ടെ. അതിന്മേൽ ഇരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. കിടക്കുന്നത് അതാ ഇന്നത്തെ റേഷൻ ഈപ്പോസ് മുഴുവൻ കമ്പ്യൂട്ടറിലായി കിടക്കുന്നു. തലയെണ്ണി ആഹാരം, തലയെണ്ണി വെളിച്ചെണ്ണ, തലയെണ്ണി റേഷൻ, തലയെണ്ണി എല്ലാം ഈ പോസ്. അതുകൊണ്ട് അന്ത്യകാലം അതാ ഇന്ന് ഒരു തുലാസ് കയ്യിൽ കിട്ടും. ദാണ്ടേ എല്ലാം അതിന് ഇംഗ്ലീഷിൽ 1 വൈമൻ സ്കെയിൽ. ഇന്ന് ഞാനും നമ്മുടെ മണിദാസ് പാസ്റ്റോട് നെയ്യാറ്റിൻകര പോയി. പണ്ടൊരു പേന മേടിക്കാൻ ചെന്നാൽ പെങ്കൊച്ച് പറയും 12 രൂപ സാർ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയും. ഇന്ന് അങ്ങനാണോ? ഒരു ലാപ്ടോപ്പിൽ കാണിക്കുക കീ കൂക്കു 12 1 രൂപ GST. സന്തോഷമില്ലല്ലോ? സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദാണ്ട് ഒരു തുലാസ് അവൻ്റെ കയ്യിൽ കിട്ടും. അതാ ഇന്നത്തെ റേഷൻ. മുഴുവൻ കാര്യങ്ങളല്ല. ബാക്കി വായിച്ചാട്ടെ. അടുത്ത വാക്ക് വായിക്കാം. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. അടുത്തത് 3 ഇടങ്ങഴി യവം. ഒരു തലയ്ക്ക് 2 കിലോ അരി വെച്ച് ഇനി കിട്ടാൻ പോകുന്നുള്ളൂ. എല്ലാം തീരാൻ പോകും. ഓണത്തിന് 10 കിലോ മേടിച്ചു, എല്ലാം തീരാൻ പോവുക. സ്വോത്രം. അന്ത്യകാലമാ. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. അടുത്ത വാക്ക് എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. കർത്തൃദാസി വായിച്ചേട്ടെ. എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത്. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ട്. ഇതാ കോവിഡ് കാലം സ്റ്റാർട്ടിങ് തുടങ്ങി. ദൈവസഭ എടുക്കുന്നതിന് മുമ്പിട്ട് ചില സംഭവങ്ങൾ. എണ്ണ, പെട്രോള്, വീഞ്ഞ്, മരുന്ന്, ഇത് രണ്ടിനും കോവിഡ് കാലത്ത് നെയ്യാറ്റിൻകര ഒരു പഞ്ഞവും ഇല്ലായിരുന്നു. 24 മണിക്കൂറും പെട്രോൾ പമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. 2 നമ്മുടെ TV ജംഗ്ഷനിൽ എത്ര ഫാർമസി ഉണ്ട്? ഒറ്റ ഒരെണ്ണവും അടച്ചില്ല. തൊഴിൽക്കല ചിന്നമ്മ ചേച്ചി വാട്സപ്പ് അടിച്ചപ്പോൾ പെങ്കൊച്ച് പറഞ്ഞു ടൈപ്പ് ചെയ്തേരാ, മരുന്ന് വീട്ടിൽ തരാമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കോവിഡ് കാലത്ത് എല്ലാവർക്കും മരുന്ന് വീട്ടിൽ കൊണ്ടുവന്നില്ലേ? സിങ്കോവിറ്റിൻ്റെ ഗുളിക, അമ്മാമ്മയ്ക്ക് മൂക്കി വെക്കാനുള്ള പഞ്ഞി, അത് കഴിഞ്ഞിട്ട് സാനിറ്റൈസർ എല്ലാം വീട്ടിൽ വന്നില്ലേ കവറിനകത്ത്? സ്വോത്രം. അതാ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇവിടെ കർത്തൃദാസി ഇന്ന് ഈ തൊഴിക്കൽ റോഡ് വരെ മൈക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പലരും പറയുന്നത് ഇവർ കുറേ നാൾ കൊണ്ട് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത കാര്യം, കർത്തൃദാസി എത്ര മനോഹരമായിട്ട് ഈ വാക്യങ്ങൾ വായിച്ചു. എവിടെയെല്ലാം വായിക്കുന്നു. ഈ 4 കൊല്ലം പുറകിൽ ഞാൻ കോട്ടയത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. എല്ലാവരും ഇപ്പോഴും ഈ വാക്യം ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുക. അവിടെ വാക്യം വായിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പാസ്റ്ററിൻ്റെ ഒരു അസിസ്റ്റൻറ്റിന് 3 ദിവസം നല്ല വായന, 3-ാമത്തെ ദിവസം ഇതുപോലെ തന്നെ ഇടവേളയ്ക്ക് മുമ്പിട്ട് കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്ന 6 മുദ്രകളെ പറ്റിയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടവേളയ്ക്ക് മുമ്പിട്ട് അമ്മാമ്മ വായിക്കുന്ന പോലെ ഈ ചെറുപ്പക്കാരൻ മൈക്കിൽ കൂടെ ഒറ്റ വായന. ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. സന്തോഷമില്ലല്ലോ? എൻ്റെ നെഞ്ച് കീറിപ്പോയി. മൈക്ക് എല്ലായിടത്തും കിടക്കുക. ഇടവേളയ്ക്ക് സ്വത്രാഴ്ച എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ പാസ്റ്റോട് പറഞ്ഞു, ഈ മോൻ വായിച്ച അത്ര ശരിയല്ല, നാട്ടുകാർ കേട്ടാൽ കുഴപ്പം. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു എന്താവും വായിച്ചത്? അവൻ വായിച്ചാൻ പറഞ്ഞു, ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. പാസ്റ്ററിനോട് പറയാം മിണ്ടക്കൂടാതെ, അവൻ കൊശമറ്റം ഫൈനാൻസിൽ പണയം എടുക്കുന്നവനാ. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അവൻ എവിടെ കണ്ടാലും പണയം സ്വോത്രം. ഇവിടെ എത്ര ക്ലിയറായി. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഇടങ്ങഴി യവം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ റേഷൻ മുഴുവൻ കമ്പ്യൂട്ടർ, എല്ലാം ഈ പോസിനകത്ത് സകല മനുഷ്യൻ്റെ തലയെണ്ണി കാര്യങ്ങൾ നിവർത്തിക്കുന്ന ഒരു കാലം. അതിനാസ്പദമായി കാന്തൻ്റെ വരവിൽ കൈവിട്ടാൽ
ഇനി തൊഴിക്കൽ യോഗമൊക്കെ നടക്കുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല, എല്ലായിടത്തും പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് കേൾക്കണം, വായിക്കാം. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ എസെക്കേൽ പ്രവചനം. അതുകൊണ്ട് ആ ദൈവസഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ നിലവിളിയുടെ മുമ്പിൽ അവന് മോഡറേഷൻ കൊടുത്ത് രക്ഷയുടെ ദൂത് പറയും. അനുസരിക്കാത്തവരെ മേയ്ക്കാൻ ദണ്ട് കൊണ്ട് കോല് പോലെ ഒരുവൻ വരും, അവൻ ജാതികൾ യെരൂശലേം കൊടുക്കും, പിന്നെ അളവ് തൂക്കങ്ങൾ മുഴുവൻ അവന്റെ കയ്യിൽ കിട്ടും. അടുത്തത്, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴിയവ. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ വായിച്ചു തുടങ്ങാം. കർത്താവിന്റെ വരവിൽ കഴിവിടപ്പെട്ട എസെക്കേൽ പ്രവചനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. യെഹെസ്കേൽ 4, 10, 11 വാക്യങ്ങൾ വായിച്ചട്ടമ്മേ. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കും. 200 ഗ്രാം ഒരു ദിവസം. അതനുസരിച്ച് ഇന്ന് പല കാർഡിനും 2 കിലോ അരി വരുന്നത്. ഭക്ഷ്യക്ഷാമം വരാൻ പോകുന്നു. 20 ശെക്കേൽ ഇസ്രായേലിന്റെ തൂക്കമാ 200 ഗ്രാം. അടുത്തത് വായിക്കാം. നേരത്തോട് നേരം അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. ഇന്നത്തെ കണക്ക് ആഹാരം ഒന്നും തൊഴിക്കൽ അച്ചായമാർക്കൊന്നും കിട്ടത്തില്ല. അൽപകാമം കിട്ടത്തില്ല, കുഴിമന്തിയും കിട്ടത്തില്ല, KFCയും കിട്ടത്തില്ല, SFCയും കിട്ടത്തില്ല, ഒരു മണ്ണാങ്കട്ടയും കിട്ടത്തില്ല. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നേരത്തോട് നേരം നീ അത് കഴിക്കണം. അടുത്തത് വെള്ളവും അളവ് പ്രകാരം. അടുത്തത് അവിടെ നിൽക്കട്ടെ, ഇതുകൂടെ കേട്ടോണം. അടുത്തതാ പ്രസംഗം. അതുകൊണ്ടാ ഇന്ന് ഗ്രാം അരിയുടെ പാക്കറ്റ് 5 കിലോ, അത് കഴിഞ്ഞ് ചപ്പാത്തി 400 ഗ്രാം അല്ലെങ്കിൽ 300 ഗ്രാം, ബ്രെഡിനകത്ത് 250 ഗ്രാം, പൊടിയരി 300 ഗ്രാം, എല്ലാം ഗ്രാമായി. അതാ അളവ് തൂക്കം ഒരുവന്റെ കയ്യിൽ. വെള്ളവും അളവ് പ്രകാരം. ഇന്ന് രാവിലെ വരാത്തവരുണ്ടെങ്കിൽ വെള്ളത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ രക്തമഴ പെയ്തിറങ്ങിയാൽ ഇവിടെ വെള്ളം കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ ഫിൽട്രേറ്റ് ചെയ്ത വെള്ളം, കുപ്പിവെള്ളം കിട്ടും. അതിനാസ്പദമായി തൊഴിക്കലുകാർ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ ഇന്നത്തെ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ റേഷൻ കടയിൽ കുപ്പിവെള്ളം കരമുയർത്തുന്നവർക്കായി 10 രൂപയ്ക്ക് കിട്ടുമെന്ന്. സ്വോത്രം, സ്വോത്രം. സാർ ഇവിടെ ഇരിക്കുന്നു, ഗോപകുമാർ സാർ ഇരിക്കുന്നു. തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡ് വെള്ളത്തിന് 20 രൂപ, പക്ഷേ ജയിലിലെ വെള്ളം 10 രൂപ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കുടിക്കുന്ന വെള്ളവും റേഷൻ കട വഴി കിട്ടുന്ന കാലം മനസ്സിലാകുന്നവർക്കായി അതൊരു അന്ത്യകാലമാ. വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ അടിയുണ്ടാക്കും. വെള്ളവും അളവ് പ്രകാരം. അടുത്തത് കീനിൽ വായിച്ചാട്ട ഒരു ഓഹരി നീ കുടിക്കണം. അർത്ഥം നാടൻ മലയാളം കേരളക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദിവസം ഒരു കുഞ്ഞിന് കിട്ടുന്നത് 6 ഗ്ലാസ് വെള്ളം. അങ്ങനെ കുടിക്കാൻ വെള്ളം കിട്ടത്തില്ല, അപ്പൊ കുളിക്കാൻ വെള്ളം കിട്ടുമോ? ദൈവം മനുഷ്യന് വെച്ച ചൂട്. ഇന്ന് രാവിലെ പ്രസംഗിച്ചു 17, ഇന്ന് നെയ്യാറ്റിൻകര 37. ശരീരത്തിൽ കുളിച്ചില്ലെങ്കിൽ ത്വക്കിനകത്ത് ഇൻഫെക്ഷൻ വരും. അതിന്റെ പേരാ സ്കിൻ ഇൻഫെക്ഷൻ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ത്വക്കിനകത്ത് കുമിള പോലെ വെള്ളം ചെല്ലാത്തപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും സ്കിൻ ഇൻഫെക്ഷൻ. മനുഷ്യന്റെ ശരീരത്ത് പരുക്കൾ വരും. മലയാളം ശരീരത്തിനകത്ത് വെള്ളം വീണില്ലെങ്കിൽ നാട്ടുകാർ കേട്ടോണം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സംഭവിക്കുന്നത് ശരീരത്തിനകത്ത് പരുക്കൾ വരും. അടുത്തത് വായിച്ചാട്ടെ. നേരത്തോട് നേരം നീ അത് കുടിക്കണം. അതുകൊണ്ട് ആ ജലം അമൂല്യമാണ്. രാവിലെ എല്ലാവരോടും ഞാൻ പറയും, നേരത്തോട് നേരം അത് കുടിക്കണം. അടുത്തത്, നീ അത് റേഷൻ കടയിൽ നിന്ന് വരുന്ന ആട്ടിയ മാവും കവർമാവും ചപ്പാത്തിയും അത് കഴിഞ്ഞ് തേയിലയും പഞ്ചാരയും എല്ലാം തലക്കണക്കി തരും, വെളിച്ചെണ്ണ സഹിതം തരും. അതുകൊണ്ടാണ് ഇന്ന് പറയുന്ന വെളിച്ചെണ്ണ ഒരു കാർഡിന് ഒരെണ്ണേ തരത്തോളെന്ന്. ഇതുപോലെ സകല സാധനങ്ങളുടെയും വില കൂടിയാൽ ഓരോ കുടുംബത്തിന്റെ തല എണ്ണി കിട്ടുമെന്നായി പറയുന്നത്. നേരത്തോട് നേരം നീ അത് കഴിക്കണം. അടുത്തത് യവദോശ പോലെ വായിച്ചാട്ടെ. അവർ കാണുക. ഈ വാക്ക് എല്ലാവരും ഒന്ന് അടിവരയിടണം. ഇതിനു വേണ്ടി ഞാൻ ഇത്രയും കറങ്ങി വന്നത്. അവർ കാണുക. മനുഷ്യന്റെ മലമായ അത് ദാ കിടക്കുന്നു. റേഷൻ കട നാട്ടിയ മാവ് ചപ്പാത്തിയും കിട്ടിയാൽ എല്ലാവരും കേട്ടാട്ടെ, ഗ്യാസ് കിട്ടത്തില്ല, പെട്രോൾ കിട്ടത്തില്ല, മണ്ണെണ്ണ കിട്ടത്തില്ല. കർത്താവിന്റെ വരവ്. ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നോഹയുടെ കാലം 40 രാവും 40 പകലും മഴ പെയ്തു. മൃഗങ്ങളും മൃഗാദികളും സസ്യങ്ങളും എല്ലാം പോയി. ഇപ്പൊ നെയ്യാറ്റിൻകര റബ്ബറുള്ള എത്ര പേർക്ക് കാര്യം പിടി കിട്ടി? സന്തോഷമില്ലല്ലോ. പല അച്ചാനും റബ്ബറിനെ കണ്ടിട്ട് പാട്ട് പാടി, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, വില 200. മഴ പെയ്ത് ഇപ്പം എന്താ റബ്ബറിൻ്റെ ഇലയായി. സന്തോഷമില്ലല്ലോ രത്നരായ ഭാഷ. സ്വോത്രം. പട്ടയം പോയി. സന്തോഷമില്ല. സ്വോത്രം. അതുകൊണ്ടാണ് പണ്ട് ആരോ പറഞ്ഞ മക്കളെ മാമ്പൂവിനെയും കണ്ടിട്ടൊന്ന് സന്തോഷിക്കേണ്ടെന്ന്. സ്വോത്രം. 200 വില ഉള്ള കാറ്റടിച്ച റബ്ബറിനകത്ത് ഇലയില്ല, പട്ടയം പോയി, ഒട്ടുവാലും പോയി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലത്ത് പെയ്തതുപോലെ ഉത്തരാഖണ്ഡിൽ കണ്ടില്ലേ മേഘവിസ്ഫോടനം, ഭയങ്കര പ്രസംഗം. അതൊക്കെ എടുക്കാൻ സമയമില്ല. ക്ലൗഡ് എക്സ്പ്ലോഷൻ. കൊച്ചിയിൽ മേഘം കൂട്ടിയിടിച്ചു. പാറശാല നിന്നവനെ എല്ലാം കാറ്റിനകത്ത് കൊണ്ടുപോയി. കടയുടെ തട്ടിയെല്ലാം വീണു. TV ജംഗ്ഷനിലെ നെയ്യാറ്റിൻകരയിലെ മരവും മുറിച്ചു. അവസാനം എന്നെയും
മരവും കിട്ടത്തില്ല, വിറകും കിട്ടത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പിന്നെ ഗ്യാസോ പെട്രോളോ കിട്ടുമോ? ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ എണ്ണ തുറമുഖം, യമനെ ആക്രമിച്ചപ്പോൾ ഹുദൈബ എണ്ണ തുറമുഖം, സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ഷേഖിന്റെ വീട്ടിനെ അല്ല ആക്രമിച്ചത്, എണ്ണ കിണറിനെ ആക്രമിച്ചു. നെയ്യാറ്റിൻകരക്കാർ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ നടന്നാൽ, സകല എണ്ണ കിണറിന് തീ വച്ചാൽ പെട്രോളില്ല, ഗ്യാസ് ഇല്ല, മണ്ണെണ്ണയില്ല, മഴ പെയ്താൽ റബ്ബറിന്റെയും ഒരു വിറവുമില്ല. പക്ഷെ ആട്ടിയ മാവൻ കവർ ചപ്പാത്തിയും കിട്ടും. എന്ത് ചെയ്യും അച്ചായ അമ്മാമേ? മനുഷ്യന്റെ മലം വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതിന്റെ മേൽ ചീനിച്ചട്ടി വെച്ച് ദോശ ചുടുന്ന കാലം വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോണോ? ഇന്ന് രാത്രി നെയ്യാറ്റിൻകര തൊഴുക്കല് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കാൽ ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഉത്സാഹത്തോടെ തൊഴുക്കൽ പട്ടണത്തോട് ഞങ്ങൾക്ക് ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. തായെ തകർപ്പരെ തമ്പി തങ്കച്ചി இந்த நாள்களில் உண்மையான தேசத்து நல் செய்தி கூட்டங்களோட கடைசி தினத்தில் புண்ணிய സ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി ആര് കരമുയർത്ത്? എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവന്റെ ചങ്കില ചോരയാ ഇന്ന് രാത്രി എന്റെ പാപത്തെ ഒന്ന് കഴുകണമെന്ന് ഈ പട്ടണത്തിനകത്ത് ആര് കരമുയർത്തും? മകനെ, മകളെ, അപ്പച്ച, അമ്മച്ചി, താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക. തൊടുക്കലെ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുച്ചൂടായി മാറ്റാൻ എന്റെ കാന്തൻ മടങ്ങി വരാറാ. ആദ്യത്തെ ഇടവേള. അതുകൊണ്ട് യേശു എന്ത് പറഞ്ഞു? ഇനി 3 വാക്യം കൂടെ ഉള്ള സ്വോത്രാഴ്ച. യോഹന്നാൻ 9:4 വായിച്ചാട്ടെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം. ഇന്നിവിടെ നിൽക്കട്ടെ, ഒരു സെക്കൻഡ് ഓടരുതമ്മേ. ഞങ്ങളുടെ മാത്രം ജോലിയല്ല, എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ആരാ? സുവിശേഷകരായിട്ടാണ്. സന്തോഷമില്ലല്ലോ? പാസ്റ്റർമാരുടെ ജോലിയല്ല, കർത്തൃദാസന്മാരുടെ ജോലിയല്ല, നിങ്ങളെല്ലാവരെയും ദൈവം വിളിച്ചേക്കുന്ന സുവിശേഷകരായിട്ടാണ്. സ്റ്റേജ് ഞങ്ങളുടെ കണക്ക് തുള്ളിയില്ലെങ്കിലും അച്ചായ, അമ്മാമ്മേ, പഠിക്കുന്ന മോനെ, മോളെ, ഒരു കോഴ്സും പറയണ്ട, പെന്തിക്കോസും പറയണ്ട, ഉന്തിക്കോസും പറയണ്ട, ഒരു കോഴ്സും പറയണ്ട. യേശു എന്നെ രക്ഷിച്ചെന്ന് ഒരു വ്യക്തിയോടെങ്കിലും ഈ വർഷം പറയുവാൻ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചത് യേശു, എൻ്റെ കുഞ്ഞുങ്ങളെ നടത്തിയത് യേശു, എന്നെ ഇത്രത്തോളം നടത്തിയത് യേശു. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണ എന്നെ അയച്ചവന്റെ പ്രവൃത്തി ഹല്ലേലൂയ പകലുള്ളിടത്തോളം ചെയ്യേണ്ടതോ. അത് കണ്ടിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞു. അതാ നമ്മുടെ പ്രസംഗം. വായിച്ചാട്ടെ. ആർക്ക്? വായിച്ചാട്ടെ മാമേ. കരമുയർത്തുന്നവർക്ക് വരാൻ പോകുന്ന നാളിനെ പറ്റി ഞങ്ങളുടെ നാഥൻ പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. നിൽക്കട്ടെ, ഇന്ന് രാത്രി, ആ രാത്രി ഇവിടെ വരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരും. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇടവേളയ്ക്കും ടൈറ്റാനിക്, അവസാനവും ടൈറ്റാനിക്. എല്ലാവരും കേൾക്കണം. 1910 ഏപ്രിൽ മാസം 14 ഒരു കപ്പൽ യാത്രയായി. പേര് ടൈറ്റാനിക്. ടൈറ്റാനിക്കിന്റെ പ്രത്യേകത നിങ്ങളോട് പറഞ്ഞു തരാം. വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി, ലണ്ടൻ. അതിൻ്റെ പ്രത്യേകത 50,000 ഹോഴ്സ് പവർ. അതിൻ്റെ പ്രഖ്യാപിതമായ സ്പീഡ്. അത് ദൈവം വിചാരിച്ചാലും തകർക്കത്തില്ലെന്ന് വൈറ്റ് സ്റ്റാർ പറഞ്ഞത്. കന്നി യാത്ര. എല്ലാവരും കേൾക്കണം. 2221 കിലോമീറ്റർ. സതാംപ്ടൺ, ന്യൂയോർക്ക്. ആട്ടം പാട്ട് നിലകളുള്ള കപ്പൽ. 4 ദിവസം കഴിഞ്ഞു. ഏപ്രിൽ 10 ആ കപ്പൽ പോന്ന് ചെറുപ്പക്കാർ നോട്ട് ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ അറ്റ്ലാന്റിക്കിൽ ഇങ്ങനെ പാട്ടുമായിട്ട് പോയപ്പോൾ മഞ്ഞുമല. പ്രസംഗം കേട്ടോണം. മഞ്ഞുമല കണ്ടപ്പോൾ ക്യാപ്റ്റൻ സ്മിത്തിനോട് നാട്ടുകാരും അവരെല്ലാം പറഞ്ഞു, സാറേ മഞ്ഞുമല റൂട്ടൊന്ന് മാറ്റണം. മിണ്ടരുത്, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ച് ഈ കപ്പൽ യാത്രയായി. മനസ്സിലാകുന്ന കുഞ്ഞുങ്ങൾക്കായി ആ മഞ്ഞുമലയിൽ ചെന്ന് ടൈറ്റാനിക് ഇടിച്ചു. പ്രസംഗം അതല്ല. ആ സമയത്ത്
പടപട കപ്പൽ പൊട്ടാൻ തുടങ്ങി. 2ാം നിലയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മെസ്സി വെച്ച കപ്പലിടിക്കുന്നത്. അവനൊരു ബിസിനസ്സുകാരനായിരുന്നു. അവൻ്റെ റൂമിൽ തലയണയുടെ കീഴിൽ ഇന്നത്തെ കണക്ക് ATM കാർഡല്ല, $1,00,000 ക്യാഷ് ഉണ്ട്. അവൻ ആലോചിച്ചു, കപ്പൽ വെള്ളത്തിൽ പോവുക, ഓടിപ്പോയാൽ തലയണ പൊക്കി $1 എടുക്കാം. കേട്ടോണം, അവരങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ അന്തരാത്മാവ് സംസാരിച്ചു, കുഞ്ഞെ, നീ താഴെ ഇറങ്ങിയാൽ $1 എടുക്കാൻ പോയാൽ ഉപ്പുവെള്ളത്തിനകത്ത് നീ തീർന്നു പോകും. അപ്പൊ നമ്മുടെ മെസ്സിൽ കിടക്കുന്ന പോലെ കലവും തവിയും കിടക്കുന്നത് പോലെ കിടക്കുന്ന ലൈഫ് ജാക്കറ്റ്. ആരോ അവൻ്റെ ഉള്ളിൽ പറഞ്ഞു, എടാ കുഞ്ഞെ, പണം പിന്നെ ഉണ്ടാക്കാം, ലൈഫ് ജാക്കറ്റ് എടുത്ത് നീ വെള്ളത്തിൽ ചാട്, എവിടുന്നെങ്കിലും ഒരു ബോട്ട് വന്ന് രക്ഷിക്കും. ആ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു. $1,00,000 അവൻ മറന്നു. ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് അവൻ ചാടി. കടലിൽ ചാടിയപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്പീഡ് ബോട്ട് വന്ന് രക്ഷപ്പെടുത്തി. അവൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട് തൊടുക്കലിനോട്, $1,00,000 വേണ്ടി ഞാൻ താഴെ ടൈറ്റാനിക്കിലെ 2ാമത്തെ നിലയിൽ എൻ്റെ കിടക്കകത്ത് ഓടിയെങ്കിൽ പിന്നെ എനിക്ക് പൊങ്ങി വരാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ മറന്നുകൊണ്ട് എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടത് ഞാൻ എടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി തൊഴുക്കലിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. രാത്രി നാട്ടുകാരെ, വീട്ടുകാരെ, SSLC തോറ്റാൽ ഒന്നുകൂടെ എഴുതാം, +2 തോറ്റാൽ എഴുതാം, അത് BMEയും എടുത്ത് ഒരു സെമസ്റ്റർ പോയാൽ എഴുതാം, അതെല്ലാം എഴുതാൻ പറ്റൂ. എന്നാൽ ഇന്ന് രാത്രി ജീവിതത്തിന്റെ വഴിത്താരയിൽ, ഇന്ന് രാത്രി കർത്താവ് നിന്റെ ആത്മാവിനെ വിളിച്ച നിന്റെ ആത്മാവ് നിത്യതയുടെ പർദീസയിലാണോ? അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വാ. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളം ഒഴിഞ്ഞിരിക്കുന്നു. നാളെ ഇവിടെ യോഗമില്ല. ഇന്ന് രാത്രി ഒരു ലൈഫ് ജാക്കറ്റിനെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.